മൂന്ന് കാലത്തും എന്നെ സംബന്ധിക്കുന്ന മൂന്ന് കാലം എന്താണ്? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അനുഭവങ്ങളെ ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ മാറാത്ത ആ ഞാൻ, അതിനെ പ്രാപിച്ചിട്ടുള്ള അന്തരാത്മാവോടുകൂടി ശ്രദ്ധാവാൻ, അങ്ങേയറ്റത്തെ ശ്രദ്ധാലുവായിട്ടുള്ള സമർപ്പിതനായ മാം ഭജതേ, എന്നെ ഭജിക്കുന്നുവോ, ആ ഒരു ശ്രദ്ധയോടുകൂടി ആരാണ് എന്നെ ഭജിക്കുന്നത്? സഹ, അവൻ സർവേഷാം യോഗിനാം അപി, സർവേഷാം, എല്ലാ യോഗികളിലും വെച്ച്, യോഗിനാം അപി, സർവയോഗികളെക്കാൾ യുക്തതമ ഇതി മേ മതഃ, അവൻ ശ്രേഷ്ഠനാണ് എന്നതത്രേ എന്റെ അഭിപ്രായം. അപ്പൊ യോഗിനാം അപി തത് യോഗി, യോഗികളുടെ യോഗി, മഹായോഗി ആരാണ്? പൂർണ്ണമായ സമർപ്പണം ചെയ്തിട്ടുള്ളവൻ, ഭഗവാന് ശ്രദ്ധയോടുകൂടിയിട്ട്, അങ്ങാണ് എന്റെ എല്ലാം. ഇതൊക്കെ പറയുമ്പോഴേ അഹങ്കാരാണെന്നൊക്കെ തോന്നും. സർവധർമാൻ പരിത്യജ്യൊക്കെ പറയുന്നത് അവിടെയാണ്. ഇത് പറഞ്ഞവരെയൊക്കെ ലോക അഹങ്കാരികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ക്രിസ്തുദേവന് ഇത് പറഞ്ഞപ്പം മറ്റുള്ളവർ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാകുന്നു പിതാവ്. ഒരു വലിയ അഹങ്കാരിയാണെന്ന് അന്നുള്ളവർ പറഞ്ഞു. ഞാനാണ് വഴി, എന്നിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഞാനാണ് വഴി എന്ന് പറയുമ്പം അത് ഞാൻ തന്നെയാണല്ല. ഇത് അഹങ്കാരത്തിന്റെ വാക്കുകളല്ല എന്ന് പറയും. ഇനിയോ ഇതാണ് സത്യം. അതുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് അവസാനം. നമ്മൾ അവസാനം തന്നെ കാണാമെന്ന് പറയാം. അപ്പൊ യോഗികൾക്ക് മുകളിൽ വിരാജിക്കുന്ന മഹായോഗി, എല്ലാറ്റിനെയും പരിത്യജിച്ച് അതിലേക്ക് സമർപ്പിതനായിട്ടുള്ളവൻ, സമ്പൂർണ്ണ സമർപ്പണം. ഇത് പറഞ്ഞുകൊണ്ട് ത്വം പദ നിരൂപണം ഇവിടെ അവസാനിക്കുകയാണ് 6-ാം അധ്യായത്തിൽ. ഇനി അടുത്ത 6 അധ്യായങ്ങൾ തത്പദത്തെക്കുറിച്ച് പറയുന്നതാണ്. ത്വംപദം അശോച്യാൻ അന്വശോചഃ ത്വം. ത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വയിപ്പിക്കുമ്പം ആ ശ്ലോകം തുടങ്ങുന്നത്. ത്വം അശോച്യാൻ അന്വശോചഃ പ്രജ്ഞാവാദാഞ്ച ഭാഷസേ. നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് അർജുന ദുഃഖിക്കുന്നു, എന്നിട്ടോ അറിവുള്ളവരെ പോലെ നീ സംസാരിക്കുന്നു. ഇത് നടപ്പില്ലാത്ത കാര്യമാണ് കുട്ടിയെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് നീ ആരാണ്? നിനക്ക് ദുഃഖിക്കേണ്ട അവകാശമില്ല. നീ ദുഃഖിക്കാൻ പാടില്ലാത്തവനാണ്. അതുകൊണ്ട് നീ ആര്? ആ ത്വം പദത്തെ വിസ്തരിച്ച് 6 അധ്യായം കൊണ്ട് പറഞ്ഞു. ഇനി 7 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ തത്പദത്തെക്കുറിച്ച്, തത്പദാർത്ഥ വിവരണമാണ്, അതിന്റെ നിരൂപണമാണ്. തത്വമസി എവിടെ വരുന്നു, എങ്ങനെ വരുന്നു, എപ്പം വരുന്നു എന്നൊക്കെ വരാൻ പോകുന്നുണ്ട്. നോക്കാം. ഈ അധ്യായത്തിൽ നേരിട്ട് ഭഗവാൻ അർജുനനോട് വീണ്ടും ഉപദേശിക്കുന്നു. അഥ സപ്തമോऽധ്യായഃ ജ്ഞാനവിജ്ഞാനയോഗഃ. ശ്രീഭഗവാനുവാച മയ്യാസക്തമനാഃ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. പ്രഥമ ഷട്കം ഭഗവത്ഗീതയുടെ 6 അധ്യായങ്ങൾ. 1-ാം അധ്യായം അർജുന വിഷാദയോഗം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സാംഖ്യയോഗം, തുടർന്ന് കർമ്മയോഗം, ജ്ഞാനകർമ്മ സന്യാസയോഗം, കർമ്മസന്യാസം, ധ്യാനം. അങ്ങനെ 6 അധ്യായങ്ങളെ ചേർത്ത് പ്രഥമ ഷട്കമെന്നും, അതിൽ ത്വംപദ തത്വമസി മഹാവാക്യത്തിലെ ത്വംപദത്തെക്കുറിച്ച് ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നു. അത് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ളൊരു വശം.
ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് തത്പദത്തെക്കുറിച്ച് 7-ാം അധ്യായം മുതൽ 12 അധ്യായങ്ങൾ വരെ അതിനെക്കുറിച്ചുള്ള വിവരണമാണ്. 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവില്ലായ്മ എന്ന്. അപ്പൊ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്തറിവില്ലായ്മ? ആ ഒന്നിനെ അറിയാതെ, ബോധത്തെ അറിയാതെ, തന്നെ അറിയാതെ മറ്റുള്ള ഈ ദുനിയാവിലെ സകലമാന സാധനങ്ങളെക്കുറിച്ചും ഉള്ള അറിവ്. പക്ഷെ തന്നെ അറിയോ? ഇല്ല. അത് മാത്രം അറിയില്ല, മറ്റുള്ളതൊക്കെ. ഇതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നതെന്ന് പറയാം. ജ്ഞാനം എന്ന് പറഞ്ഞാലോ സ്വരൂപ ജ്ഞാനം. തന്നെ അറിയാം. തന്നെ അറിയുന്നതിലൂടെ സർവം അറിയാം. ഇതിനെ ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം എന്ന് പറയും. അങ്ങനെ അതാണ് ഇവിടെ സബ്ജക്റ്റ്. നമുക്ക് വേറെ എവിടെയും പറ്റില്ല. നമ്മള് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാത്രമേ കിട്ടുള്ളൂ. കെമിസ്ട്രി പഠിച്ചവന് ബയോളജിയുടെ രഹസ്യം മുഴുവൻ അറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിൽ തോറ്റ അത് എഴുതിയെടുക്കണം. പക്ഷെ ഇവിടെ പറയുന്നു ഇതില് ഈ തത്പദത്തിൽ പഠിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പദത്തിലും ജയിക്കാതെ. ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം, അതാണ് ഈ അധ്യായത്തിലെ വിഷയം. ജ്ഞാന വിജ്ഞാന യോഗം. ഗീത അങ്ങനെ കയറി വരിക. കയറ്റം തുടങ്ങി. കരിമല കയറ്റം. അതെ, കയറാൻ തുടങ്ങി എന്ന് പറയാം. 6 ഒരു ഭാഗമാണ്. ഇനി 7. അതിന്റെ ഒരു അങ്ങനെ സഞ്ചാരം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഭഗവാൻ പറയണു, അല്ലയോ അർജുന, മൈ ആസക്തമനാഹ, മൈ എന്നിൽ. മൈ എന്ന് പറഞ്ഞാൽ പരമാത്മാവായ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായ നിനക്കും എനിക്കും ഈ കാണുന്ന രാജാക്കന്മാർക്കും എല്ലാം അധിഷ്ഠാനമായി വർത്തിക്കുന്ന ആ ശക്തി സ്വരൂപമായിട്ടുള്ളത്, അതിൽ ആസക്തമനാഹ. എങ്ങനെ ഉണ്ടായിരിക്കണം അത്ര മനസ്സ്? ആസക്തിയോടുകൂടിയിട്ടുള്ള. മത് ആശ്രയ, ഞാൻ തന്നെ ആശ്രയമായി കാണുന്ന. ഇതൊക്കെ ഉദ്ധരേതാത്മനാത്മാനം എന്നുള്ളതിന്റെ വ്യാഖ്യാനങ്ങളാണ്. മത് ആശ്രയ എന്ന് പറയുമ്പം ഒരുവൻ അവനെ തന്നെ ആശ്രയിക്കുന്നു. എങ്ങനെ? ആത്മനാ ആത്മാനം ഉദ്ധരേത്. ബാഹ്യമായ വിഷയങ്ങളെ തന്റെ ഉദ്ധാരണത്തിന് കാത്തു നിൽക്കാതെ ആരെങ്കിലും ഒന്ന് തള്ളിത്തരും, എന്നാ ഞാൻ അങ്ങോട്ട് പോവാം. എന്തിനും അങ്ങനെയാണ്. അമ്മ വേണം. യൂണിവേഴ്സിറ്റിയിൽ തന്റെ പേപ്പർ എന്താ പറയുക, സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊണ്ടുവരാനും അമ്മ വരണം. എല്ലാറ്റിനും അമ്മ വേണം. അമ്മ വേണം, അച്ഛൻ വേണം ഈ ഫോം എല്ലാം ഫില്ലപ്പ് ചെയ്യാൻ. അവസാന അടിയിൽ ഞാൻ ഒപ്പിടാന്ന് പറയും. എല്ലാറ്റിനും മറ്റൊരാൾ. ഇതില്ലാതെ മതാശ്രയ, തന്നെ തന്നെ ആശ്രയമായി, ഞാൻ തന്നെ ആശ്രയമായി, യോഗം യുഞ്ജന്, യോഗത്തെ ശീലിക്കുന്നവൻ, അവൻ യഥാ മാം സമഗ്രം. ഭഗവാൻ പറയണു, യഥാ ഏത് പ്രകാരത്തില്, മാം എന്നെ. എങ്ങനെ? സമഗ്രം, പൂർണ്ണമായി. ഭഗവാൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളാണ്. എന്നെ ആരാണോ സമഗ്രമായി, ഞാൻ ഭാഗികമല്ല എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് അറിയോ? കുറച്ചൊക്കെ അറിയാം. ഈശ്വരനെ കുറിച്ചുള്ള കുറച്ച് ഉള്ള അറിവുണ്ടല്ലോ, അത് നടപ്പില്ല ഇവിടെ. എന്തിനെ കുറിച്ചും നമ്മൾ പറയില്ല, കുറച്ചറിയാം. ഹിന്ദി അറിയോ? കൊഞ്ചം കൊഞ്ചം തെരിയും. ഇത് ഹിന്ദി. മതി, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. തമിഴ്നാട്ടിൽ പോയാൽ നന്നായി ഹിന്ദി സംസാരിക്കാൻ പറയാം. അപ്പൊ സമഗ്രം, സമ്പൂർണമായ അറിവ്. മാം എങ്ങനെ? അസംശയം. നമുക്ക് വേണ്ട ഗുണങ്ങളാണ്. സംശയം ഒട്ടുമില്ലാതെ. നമുക്കുണ്ടോ ഇത് ഭഗവാനിൽ സംശയം? ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ തിരിഞ്ഞു നിന്ന് നമ്മുടെ ആ ക്ഷേത്രത്തിന്റെ മുൻപിൽ പോയി കഴിഞ്ഞാൽ ഭക്തന്മാരുടെ മുഖം കണ്ടാൽ അറിയാം സംശയം ഉണ്ടോന്ന്. ഒരു നോട്ടം ഉണ്ട് അല്ലേ? ഭഗവാനെ അല്ലേ, നടക്കുവോ തിരുമേനി? നടക്കുവോ? കുറെ കാലായി എന്ന് പറയാം.
കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കാൻ ഒരാൾ പോയിട്ടുണ്ട് അത്ര. 10-15 വർഷമായിട്ട് ഞാൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുക, ഇതുവരെ ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്തിനും കോടതിയുണ്ടല്ലോ. അതൊക്കെ സംഭവിക്കാം. അപ്പം സംശയം ഒട്ടും ഇല്ലാതെ അസംശയം ആരാണോ ജ്ഞാസ്യസി ത്വം ജ്ഞാസ്യസി, നീ അറിയുമോ. ഇവിടെ ഭഗവാൻ പറയണു തത് ശൃണു. തത് എന്ന് പറഞ്ഞാൽ അതിനെ, തത്പദത്തെ. തത്പദ നിരൂപണമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതിന്റെ സൂചനയായിട്ട് തത് ശൃണു, അതിനെ കേട്ടാലും അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അത് തത്വമസി സാമവേദ അന്തർഗതമായിട്ടുള്ള ഉപനിഷത്തില് ഉദ്ദാലകൻ എന്ന ഋഷി സ്വപുത്രനായ ശ്വേതകേതുവിന് 9 പ്രാവശ്യം ഈ പ്രപഞ്ച സത്യത്തെ ബോധിപ്പിച്ചു കൊടുക്കുന്നതാണ് തത്വമസി. തത്വമസി എന്ന മഹാവാക്യത്തില് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. 4 മഹാവാക്യങ്ങളാണ്. ഒന്ന് തത്വമസി. തത്വമസി സാമവേദത്തില് വരുന്നു. അതുപോലെ പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് ഋഗ്വേദത്തിൽ വരുന്നു. അതുപോലെ അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് യജുർവേദത്തിൽ വരുന്നത് അഹം ബ്രഹ്മാസ്മി. അതുപോലെ അയമാത്മാ ബ്രഹ്മ അഥർവവേദത്തിൽ വരുന്നു. ഇതില് തത്വമസി എന്ന മഹാവാക്യത്തില്, മഹാവാക്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വാക്യം, അതിന്റെ അപ്പുറത്തൊരു വാക്യമില്ല. തത് അത് ത്വം നീ അസി ആകുന്നു. അത് നീയാകുന്നു. ഏത്? ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായ ആ സത്യം നീയാകുന്നു. ഇതാണ് തത്വമസി. ഈ തത്വമസി ഉപദേശവാക്യമാണ്. ഈ ഉപദേശവാക്യം ഉൾക്കൊണ്ട് അതിനെ മനനത്തിന് വിധേയമാക്കുന്ന ഒരു വാക്യങ്ങളുണ്ട്. മനനത്തിന് വിധേയമാക്കുന്ന വാക്യങ്ങളാണ് മറ്റ് 2 വാക്യങ്ങൾ. അതൊന്ന് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത്. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള ജ്ഞാനം, അറിവ് തന്നെ ബ്രഹ്മം എന്ന്. പിന്നെയോ അയമാത്മാ ബ്രഹ്മ. ഈ അയം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ഇതാണ് മനനവാക്യമായിട്ട് സ്വീകരിക്കേണ്ടത്. ഇനി ഒരു വാക്യമുണ്ട്, അത് അനുഭവവാക്യമാണ്. എന്താണത്? അഹം ബ്രഹ്മ അസ്മി. അഹം ബ്രഹ്മാസ്മി. അഹം ഞാൻ ബ്രഹ്മം അസ്മി ആകുന്നു. അപ്പൊ തത്വമസിയിൽ തുടങ്ങി അഹം ബ്രഹ്മാസ്മിയിൽ അവസാനിക്കുന്നു. വീടിനൊക്കെ പേരുണ്ട്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. വീട്ടിനൊക്കെ പേര് നല്ലതാണ്, പേരൊക്കെ ഇട്ടോളൂ, നല്ലത് തന്നെ. അപ്പൊ തത്വമസി, സ്വാമി ഈ തത്വമസി ശബരിമലയിലുണ്ടല്ലോ, അയ്യപ്പസ്വാമിയായിട്ട് തത്വമസിക്ക് വല്ല ബന്ധമുണ്ടോ? തത്വമസി എല്ലാ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു മഹാവാക്യമാണ്. അത് നീയാകുന്നു. എന്നാ പിന്നെ കെട്ടി ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഗുണ്ടകഥം എന്ന് പറഞ്ഞാൽ നിഘണ്ടുവില് ഗുണ്ടർട്ടിന്റെ നിഘണ്ടു പോലും കാണില്ല. ഇനി ആന്ധ്രയിലോ അവിടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ നിങ്ങളെ ഭാഷാ നിഘണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് നോക്കൂ. തിന്തകത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതാ. അപ്പൊ പിന്നെ ഉള്ളതെന്താണ്? സ്വാമി നിന്റെ അകത്തോ. അതെ, അപ്പൊ തിരിച്ചവൻ പറയാം, അയ്യപ്പ നിന്റെ അകത്തോ. നിന്റെ അകത്ത് പ്രണവമാണ്, ഓങ്കാരമാണ്. ഏതോ ഒരു തമിഴിന് മര്യാദയ്ക്ക് പിടികിട്ടിയില്ല. തമിഴന്മാരെ സ്വാമി മോശമാക്കി പറയല്ല, അവനെ അങ്ങോട്ട് അടിച്ചു, സ്വാമി നിന്റെ അകത്തോ. പിന്നെ പാട്ടിന് ഒരു രസമുണ്ടല്ലോ. അപ്പോ അയ്യപ്പ സംഭവം ഇതാണത്രേ. സ്വാമി നിന്റെ അകത്ത് നിന്റെ സത്തയായി കുടികൊള്ളുന്നത് പ്രണവമാണ്, ഓംകാരമാണ്. ഹോ, അത് തന്നെയാണല്ലോ നിന്റെ അകത്തും. തിന്തകഥം എന്ന് പറഞ്ഞാൽ അത് തിന്തകഥവും തന്നെയാണ്. അപ്പൊ അതിങ്ങനെ മയിലാട്ടം അതിങ്ങനെ വെച്ച് ആടേണ്ടത് മാത്രമല്ല. അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് മാലവ്രതം നോറ്റു കഴിഞ്ഞാൽ ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും സ്വാമിയേ എന്നാ വിളിക്കുക. അത് ഗുരുവായൂരാണെങ്കിലും ചോറ്റാനിക്കരയാണെങ്കിലും വഴിനീളെ അവർക്ക് സ്വാമി, കാണുന്നതെല്ലാം സ്വാമിയാണ്, അല്ലേ? അവര് സ്വാമി എന്നേ പറയുള്ളൂ. കണ്ടക്ടർ സ്വാമി, പോലീസ് സ്വാമി, സ്വാമി.
വലിയ അവിടെ വലിയ വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അപ്പൊ അവരോടും സ്വാമി 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 എന്നാ പറയാം. അവരൊന്നും പറയില്ല. എല്ലാം സ്വാമിയാണ്, സ്വാമിമാര്. സ്വാമിയുടെ സ്വാമി വീണ് കിടക്കണമെന്ന് പറയും. എല്ലാം സ്വാമിയാണ്. ഇനി അധികം സ്വാമി സ്വാമി പറയുന്നില്ല. ശരി. അപ്പം തത് ശൃണു, അതിനെ നീ കേട്ടാൽ തത്പദത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പൊ മഹാവാക്യങ്ങളെ അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യത്തെ, തത്വമസി മഹാവാക്യം, ഈ മഹാവാക്യമാണ് നാം കേൾക്കേണ്ടത്. അത് എപ്പോഴെങ്കിലും ഉപനിഷത്ത് വിചാരം ചെയ്യാൻ സമയം കിട്ടുന്ന സമയത്ത് നമുക്കതിനെ വിസ്തരിച്ച് മനസ്സിലാക്കാം. അത് നീയാകുന്നു, എങ്ങനെ അത് നീയാകുന്നു, എങ്ങനെ അച്ഛാ ഞാനതാകുന്നു എന്നുള്ള കാര്യത്തെ സംശയത്തോടുകൂടി നിൽക്കുന്ന ഉദ്ദാലകൻ, ശ്വേതകേതു, അവന് ഉദ്ദാലകൻ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ഭഗവാൻ ഇവിടെ ഗീതയില് ആ മഹാവാക്യത്തിലെ തൊമ്പതത്തെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് നാം ഒരിക്കലും തളരാൻ പാടില്ല എന്നും, നമ്മുടെ തളർച്ചയ്ക്ക് നാം തന്നെയാണ് കാരണക്കാരനെന്നും, ആ തളർച്ചയിലേക്ക് നീ ഒരിക്കലും പോകരുതെന്നും, കാരണം നീ നിത്യനാണ്, അവിനാശിയാണ് എന്നുള്ളതിനാൽ നീ നിന്നെ ഉദ്ധരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി അത് എങ്ങനെ നിന്നിൽ നിലകൊള്ളുന്നു, അതിനെ നീയുമായി സംയോജിപ്പിക്കുന്നത് എങ്ങനെ? യോഗം എന്ന് പറഞ്ഞ ജ്ഞാനവിജ്ഞാനം, അതിന്റെ കല ഭഗവാൻ പറയുകയാണ്. അതുകൊണ്ട് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ ഉരുക്കഴിക്കലാണ്. ഇനി തുടർന്ന് പറയണം, നോക്കാം. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യതേ. ഭഗവാൻ ഈ അധ്യായത്തില് അർജുനനോട് ആമുഖമായി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നീ എന്നെ മദാശ്രയ എന്ന് പറയാം. ഒന്നാമത് നീ എന്നിൽ അങ്ങേയറ്റത്തെ ശക്തിയുള്ളവനായിരിക്കണം, നിന്റെ ആസക്തി എന്നിലായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? നീ എന്നെ അറിയണം. എങ്ങനെ നീ എന്നെ അറിയണം? സമഗ്രമായി അറിയണം. എന്റെ സമ്പൂർണമായ ഭാവത്തെ, എന്നെ വെറും ഒരു ഉണ്ണികൃഷ്ണനായി കണ്ടാ പോരാ എന്ന് പറയാം. എന്റെ ബാലലീലകൾ മാത്രം അറിഞ്ഞാൽ പോരാ. ഭഗവാൻ ഈ പറയുമ്പം നമുക്ക് കൃഷ്ണനെ പൂർണ്ണമായി നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ചിലരെ സംബന്ധിച്ച് കൃഷ്ണൻ അപകടകാരിയാണ്. യുവാവായ കൃഷ്ണൻ വലിയ പ്രശ്നക്കാരനാണ്. അതെ, ആ കൃഷ്ണന്റെ ചെയ്തികളൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറത്താണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇവിടെ സൂചന പറയുന്നു, എന്നെ സമഗ്രമായി അറിയണം. കാരണം എന്റെ സമഗ്രതയെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കർമ്മത്തിലൂടെ, ലീലയായി. അതുകൊണ്ടാണ് ലീല എന്ന് പറയുന്നത്. അതുകൊണ്ട് സമഗ്രമായി നീ എന്നെ അറിയണം. അതിനായിട്ട് നിനക്ക് എന്തു വേണം? ശ്രദ്ധ വേണം, ആഗ്രഹം വേണം എന്ന് പറയാം. ആ ശ്രദ്ധ, അതിനെ ജിജ്ഞാസ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. ഈ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അടുത്തതിനെ പറയുന്നത്. എന്താ പറയുന്നത്? ജ്ഞാനം തേ അഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമി അശേഷതഃ യത് ജ്ഞാത്വ ന ഇഹ ഭൂയഃ അന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. നമുക്കൊക്കെ ഉള്ള സൂചനയാണ്. എന്താ പറയണത്? യത് ജ്ഞാത്വ, യാതൊന്നിനെ അറിഞ്ഞാൽ, അറിഞ്ഞിട്ട്, ഭൂയഃ വീണ്ടും, പിന്നെ, ഇഹ അന്യത് ജ്ഞാതവ്യം ന അവശിഷ്യതേ, ഇവിടെ വേറൊന്നും അറിയേണ്ടതായി ഇല്ലയോ. യാതൊന്നിനെ അറിഞ്ഞിട്ട് ഇനി വേറൊന്നിനെ അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ അർജുന. അതിനെ ഇതം ജ്ഞാനം, ആ ജ്ഞാനത്തെ, പരമമായ ജ്ഞാനത്തെ, ആ അനുഭവ സഹിതം സവിജ്ഞാനം. ഇങ്ങനെയൊന്നും പറയുന്ന ഒരു ശാസ്ത്രവും ഉണ്ടാവില്ല. ഏതൊരു ജ്ഞാനത്തെക്കുറിച്ചാണോ ഞാൻ പറയാൻ പോകുന്നത്, ആ ജ്ഞാനത്തെ അനുഭവസഹിതം ഞാൻ നിനക്ക് അശേഷത, അതിന്റെ കുട്ടൻസ് എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചിട്ട്, അശേഷത, ഒന്നൊഴിയാതെ അഹം തേ വക്ഷ്യാമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പൊ ഈ 6 അധ്യായവും കേട്ടിട്ടില്ല എന്നിരിക്കട്ടെ, പോട്ടെ, ഇതാ കേട്ടോളൂ. ഞാൻ ഇതിനെ മുഴുവൻ എങ്ങനെ അനുഭവപ്പെടുത്തി തരാം എന്ന് ഞാൻ ഒന്നൊഴിയാതെ, ഒരൽപ്പം പോലും മാറ്റിവെക്കാതെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഭഗവാൻ തന്നെ ഇവിടെ സൂചന പറയുന്നു, എന്നെ സമഗ്രമായി അറിയണം. കാരണം എന്റെ സമഗ്രതയെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കർമ്മത്തിലൂടെ, ലീലയായി. അതുകൊണ്ടാണ് ലീല എന്ന് പറയുന്നത്.
അതുകൊണ്ട് സമഗ്രമായി നീ എന്നെ അറിയണം. അതിനായിട്ട് നിനക്ക് എന്ത് വേണം? ശ്രദ്ധ വേണം, ആഗ്രഹം വേണം എന്ന് പറയാം. ആ ശ്രദ്ധ, അതിനെ ജിജ്ഞാസ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. ഈ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അടുത്തതിനെ പറയുന്നത്. എന്താ പറയുന്നത്? ജ്ഞാനം തേ അഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി അശേഷതഃ യത് ജ്ഞാത്വ ന ഇഹ ഭൂയഃ അന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. നമുക്കൊക്കെ ഉള്ള സൂചനയാണ്. എന്താ പറയുന്നത്? യത് ജ്ഞാത്വ, യാതൊന്നിനെ അറിഞ്ഞാൽ, അറിഞ്ഞിട്ട്, ഭൂയഃ വീണ്ടും, പിന്നെ, ഇഹ അന്യത് ജ്ഞാതവ്യം ന അവശിഷ്യതേ, ഇവിടെ വേറൊന്നും അറിയേണ്ടതായി ഇല്ലയോ. യാതൊന്നിനെ അറിഞ്ഞിട്ട് ഇനി വേറൊന്നിനെ അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ അർജുന. അതിനെ ഇതം ജ്ഞാനം, ആ ജ്ഞാനത്തെ, പരമമായ ജ്ഞാനത്തെ, ആ അനുഭവ സഹിതം സവിജ്ഞാനം. ഇങ്ങനെയൊന്നും പറയുന്ന ഒരു ശാസ്ത്രവും ഉണ്ടാവില്ല. ഏതൊരു ജ്ഞാനത്തെക്കുറിച്ചാണോ ഞാൻ പറയാൻ പോകുന്നത്, ആ ജ്ഞാനത്തെ അനുഭവസഹിതം ഞാൻ നിനക്ക് അശേഷത, അതിന്റെ കുട്ടൻസ് എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചിട്ട് അശേഷത, ഒന്നൊഴിയാതെ അഹം തേ വക്ഷ്യാമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അത് ഈ 6 അധ്യായവും കേട്ടിട്ടില്ല എന്നിരിക്കട്ടെ, പോട്ടെ, ഇതാ കേട്ടോളൂ. ഞാൻ ഇതിനെ മുഴുവൻ എങ്ങനെ അനുഭവപ്പെടുത്തി തരാം എന്ന് ഞാൻ ഒന്നൊഴിയാതെ, ഒരൽപ്പം പോലും മാറ്റിവെക്കാതെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് എന്താണ്? ഇതാ ഈ അറിവ് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നാണെങ്കിലോ അതിഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ്. നമ്മുടെ പല ചോദ്യത്തിനും സമാധാനം തരുന്ന ഒരു ശ്ലോകമാണ് അടുത്ത ശ്ലോകം, 3-ാമത്തെ ശ്ലോകം. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാം അപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ഭഗവാൻ തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ സംശയം ചോദിക്കൊന്നും വേണ്ട. എന്താ? മനുഷ്യാണാം, മനുഷ്യന്മാരിൽ, സഹസ്രേഷു, മനുഷ്യാണാം സഹസ്രേഷു, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, 1000 എന്ന് പറഞ്ഞാൽ അനന്തമാർന്ന എണ്ണമാണ് 1000. സഹസ്രനാമ ശബ്ദങ്ങളെല്ലാം അനന്തതയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം 1000കണക്കിന് മനുഷ്യന്മാരിൽ കശ്ചിത്, ഒരുവൻ, സിദ്ധയെ യതതി, സിദ്ധിക്കായി പ്രയത്നിക്കുന്നു. അപ്പൊ 1000ൽ ഒരുവനാണ് കിട്ടണം എന്ന് വിചാരിച്ച് പ്രയത്നിക്കുന്നത്. ശരി. യതതാം സഹസ്രേഷു, ഈ സഹസ്രേഷു എന്നുള്ളത് എല്ലായിടത്തേക്കും എടുക്കാം. യതതാം സഹസ്രേഷു, യത്നിക്കുന്ന 1000ൽ കശ്ചിത് മാം തത്വതഃ വേത്തി, ഒരുവൻ മാത്രം താത്വികമായി ശരിയാം വണ്ണം എന്നെ അറിയുന്നു. ഗംഭീര ശ്ലോകങ്ങളാണ്. ഒരുപാട് പേര് പ്രയത്നിക്കുന്നുണ്ട്. അതിലോ ആ പ്രയത്നിക്കുന്നവരാരാണ്? 1000ൽ 1000നെ 1, 1000:1. ഇതാണ് ഭഗവാന്റെ കണക്ക്. 4:1 അറിയില്ലേ? 4 ചട്ടി പൂഴി 1 ചട്ടി സിമെന്റ്. ഇതാണ് ഭഗവാന് പറയാനുള്ളത്. 1000:1 എന്നാണ്. 99 അതായത് ഒരിക്കല് ഒരു രാജാവ് മരണം അടുത്ത സമയത്ത് രാജാവിന് തോന്നി, മരണം അടുത്തുവല്ലോ എന്ന്. വിശ്വസ്തരായ ഭടന്മാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ മരണത്തെ ഇങ്ങോട്ടേക്ക് വരാതെ നിങ്ങൾ നോക്കണം. അവര് പറഞ്ഞു, ശരി, നമ്മുടെ സെക്യൂരിറ്റി ഒന്നുകൂടെ സ്ട്രോങ് ആക്കാം. ആവട്ടെ. പിന്നെ അതിൽ സെക്യൂരിറ്റി ഇൻചാർജ് ആയിട്ടുള്ള ആള് പറഞ്ഞു, മഹാരാജൻ, നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങേക്ക് ഒരു കോട്ട പുതുതായിട്ട് പണിയാം. ഒരൊറ്റ വാതിൽ മതി. ഞങ്ങളെ കംപ്ലീറ്റ് സെക്യൂരിറ്റി അവിടെ കേന്ദ്രീകരിക്കും.
അങ്ങനെ ഒരു പുതിയ കോട്ട നിർമ്മിച്ചു, ഒരൊറ്റ വാതിൽ, അവിടെ എല്ലാ സെക്യൂരിറ്റിയും. അങ്ങനെ ഇരിക്കുമ്പം അയൽരാജ്യത്തെ രാജാവ് വന്നിട്ട് ഈ കോട്ട കണ്ടു. ഒരൊറ്റ വാതിൽ മാത്രമേ ഉള്ളൂ. മരണത്തെ വരുമ്പോ ഇവർക്ക് തന്നെ തടയാൻ പറ്റും. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി ഒന്ന് അവിടെയും അദ്ദേഹത്തിനും ഇതുപോലെ ഒന്ന് പണി കഴിപ്പിക്കാം. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു യാചകൻ പൊട്ടിച്ചിരിച്ചു. അപ്പൊ ഈ രാജാവിന് വളരെ അത്ഭുതം തോന്നി. കാരണം രാജാവ് സംസാരിക്കുന്ന സമയത്ത് ആരും സംസാരിക്കില്ല. അപ്പൊ എവിടെ ആര് സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ആരവിടെയെന്ന് ചോദിച്ചു. അല്ല, എന്താ നീ ചിരിച്ചത്? അപ്പൊ പറയാം, അല്ല, എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അതെ, നിങ്ങൾ കാണിക്കുന്നത് ഒരു മണ്ടത്തരാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ. എനിക്ക് തോന്നുന്നത് ഈ ഭടന്മാരൊന്നും പോരാ. കാരണം അവരൊന്നും തടഞ്ഞു നിർത്തിയാലൊന്നും നിൽക്കാൻ പറ്റില്ല. മരണം പെട്ടെന്ന് കയറും അതിൻ്റെ ഉള്ളിൽ കൂടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അടയ്ക്കുക, ഇതൊരു ചുമരാക്കി കളയണം, ഭിത്തി കെട്ടണം. എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിന്റെ അകത്ത് പോയിട്ട് ഭിത്തി കെട്ടാൻ പറഞ്ഞു. അപ്പം ഈ രാജാവ് പറയാം, നീ എന്ത് വെട്ടിത്തരാ പറയണത്? ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടി മരിച്ചു പോവല്ലോ. അതേ രാജൻ, 1% ഇനി ഒരൊറ്റ വാതിലേ ഉള്ളൂ നിങ്ങൾക്ക്, നിങ്ങൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. 99.99% നിങ്ങൾ എന്തായി കഴിഞ്ഞു? മരിച്ചു കഴിഞ്ഞു. ഇനി ഒരൊറ്റ ശതമാനമേ ഉള്ളൂ. അതാണ് ഇത് അടയ്ക്കൽ എന്ന് പറയുക. അപ്പൊ ഇതിന് എന്താ പറയുക, പ്രതിരോധിക്കാൻ നാം ശ്രമിക്കും തോറും നാം അതുമായിട്ട് എന്താ പറയുക വളരെ അടുക്കുകയാണ്. എത്ര ശക്തമായി പ്രതിരോധിച്ചിട്ടും കാര്യമില്ല. പക്ഷെ നമ്മുടെ ശ്രദ്ധ ആ വഴിക്കാണ്. നോക്കൂ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്ന അതല്ലേ? എത്ര സെക്യൂരിറ്റി സ്ട്രോങ് ആക്കിയിട്ട് എന്താ അല്ലേ? ആ സെക്യൂരിറ്റി തന്നെ തിരിയുന്നില്ലേ അല്ലേ? അപ്പൊ സെക്യൂരിറ്റി കൊണ്ട് കാര്യമില്ല എന്ന് പറയാം. മനുഷ്യാണാം സഹസ്രേഷു, ഒരുപാട് പേരിൽ ഒരുവൻ യത്നിക്കുന്നു, ആ യത്നിക്കുന്നതിൽ ഒരുവൻ ഇതിനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുമ്പം നിങ്ങൾ വിഷമിക്കരുതേ. യത്നിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ പറയുന്നത് സഹസ്രേഷു കശ്ചിത്, അതിലൊരുവൻ മാം തത്വതഃ വേത്തി, എന്നെ താത്വികമായി അറിയുന്നു. തുടർന്ന് ഭഗവാന്റെ രഹസ്യം, താൻ എവിടെ നിലകൊള്ളുന്നു, എങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ള താത്വികമായി എന്നെ അറിയണമെന്ന് പറഞ്ഞുവല്ലോ. ഭഗവാന്റെ മേൽവിലാസം നമുക്ക് പറഞ്ഞു തരിക. ഭഗവാന് ഏത് നമ്പറിൽ കിട്ടും, ഏതാണ് ഭഗവാന്റെ ഇമെയിൽ ID, സെൽ നമ്പർ, ഭഗവാന്റെ കോണ്ടാക്ട് എല്ലാം ഭഗവാൻ ഇതാ പറഞ്ഞു തരാൻ പോണു, ഒന്നും ഒഴിയാതെ. 8 സങ്കേതങ്ങളുണ്ട് ഭഗവാന് പറഞ്ഞു തരും. എഴുതിയെടുത്തോളൂ വേണമെങ്കിൽ. ഭൂമിരാപോ നലോ വായുഃ ഖം മനോ ബുദ്ധിരേവ ച അഹംകാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. ഭൂമിഃ ആപഃ അനലഃ വായുഃ ഖം മനഃ ബുദ്ധിഃ ഏവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതി അഷ്ടധ. ഭൂമിഃ, ആദ്യം ഭഗവാൻ അഡ്രസ് വെളിപ്പെടുത്തണം. ഭൂമി ഞാനാണ്. നമുക്ക് എത്ര ഭൂമിയോട് നമ്മുടെ സമീപനം അത് ഭഗവാനോടുള്ള ഒരു സമീപനമാണോ? ഗീത പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ആണ് രാവിലെ എഴുന്നേറ്റാൽ ചെയ്യേണ്ടത് എന്നാണ്. എന്ത് ഗംഭീരമായിട്ടുള്ള ഒരു വർണ്ണനയാണ്. ആ സ്തുതിയിലൂടെ ഭൂമിയെ സ്തുതിക്കുന്നതാണ്. സമുദ്രവസനേ ദേവി, സമുദ്രത്തെ വസ്ത്രമാക്കിയിട്ടുള്ള, അതായത് ഭൂമിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താണ്? സമുദ്രമാണ്, ജലമാണ് എന്ന് പറയാം. നമ്മളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ കാണുക എന്തായിരിക്കും? വസ്ത്രമായിരിക്കും അല്ലേ? അപ്പൊ വസ്ത്രം ഭൂമിയുടെ സമുദ്രം ഭൂമിയുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജലസ്രോതസ് എല്ലാം ഭൂമിയുടെ വസ്ത്രമാണ്. വസ്ത്രം എത്ര പരിശുദ്ധമാക്കി വെക്കേണ്ടതുണ്ട്
വസ്ത്രത്തിൽ നാം അഴുക്കാക്കാവോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്ത്രത്തിൽ നമ്മൾ നാം എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ വസ്ത്രത്തിൽ അഴുക്ക് കണ്ടാൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. നോക്കൂ, ഇതിലെന്തോ അഴുക്കിരിക്കണം, അല്ലേ? പക്ഷേ നാം ഭൂമിയുടെ വസ്ത്രത്തിൽ നാം ദിവസവും ചെയ്യുന്നത് എന്താണ്? ഭൂമിയുടെ വളരെ വിശേഷപ്പെട്ട പല വസ്ത്രങ്ങളുണ്ട്. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്നൊക്കെ പറയുന്ന, അല്ലേ? നമ്മൾ പല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഗംഗ, അല്ലേ? ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്നാ വയലാർ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പാട്ടൊക്കെ ഗംഭീരായിട്ട് പാടും. യമുനാ തീരവിഹാരി, അല്ലേ? എന്നിട്ട് യമുനയിൽ എന്താ ചെയ്യാം? അപ്പൊ എന്താ പറയാ, വസ്ത്രമാണ് ആര്? സമുദ്രവും അതുപോലെ എല്ലാ ജലവും. എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ. അപ്പൊ അതിനോട് ആ ഒരു സമീപനം വേണമെന്ന്. ഭൂമി അമ്മയാണെങ്കിൽ അമ്മയുടെ വസ്ത്രമാണ്, ഭഗവാന്റെ വസ്ത്രമാണ് ഈ നദികളെല്ലാം തന്നെ. അതുകൊണ്ട് ഭഗവാൻ ഭാഗവതത്തില് ആ നദിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. ഫണ്ട് റൈസിങ്ങിന് പല പ്രോഗ്രാം വയ്ക്കുമല്ലോ. പേര് കാളിയമർദ്ദനം എന്നാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ കളിച്ച കുച്ചിപ്പുടിയാണ്. അടിയിൽ പ്ലേറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെയോ കാളിയനെ തന്നെ ആരാണോ ഈ നദിയെ മലിനമാക്കിയത് അവന്റെ മുകളിൽ തന്നെ ഒരു നടനമാടിയിട്ടുണ്ട്, ഗംഭീര നടനം. എന്നിട്ടോ കാളിയനെ ഇല്ലായ്മ ചെയ്യുന്നില്ല. അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. കാളിയനെ മാറ്റി പാർപ്പിക്കണമെന്ന് പറയാം. ഇത് ഭഗവാൻ ഒന്നിനെ ഇല്ലായ്മ ചെയ്യില്ല, മാറ്റി പാർപ്പിക്കുക. നമ്മുടെ ഈ നദികളുടെയൊക്കെ തീരത്തുള്ള കാളിയന്മാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പല പല ഫാക്ടറികൾ, അല്ലേ? ആ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറത്തേക്ക് നദിയിലേക്ക് വിടുന്നത് കാളകൂടത്തേക്കാൾ ഉഗ്രമായ വിഷമാണ്. ചില സമയത്ത് കൂട്ടത്തോടുകൂടി മത്സ്യങ്ങൾ ചാവുന്നു. അപ്പൊ മത്സ്യങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കാളകൂടം പോലുള്ള വിഷങ്ങൾ വളരെ പണ്ട് തന്നെ അതിന്റെ സമീപത്തുള്ള ഫാക്ടറിയുടെയൊക്കെ സമീപത്ത് ഉള്ള വൃക്ഷങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊക്കെ മാറ്റി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർപ്പിക്കേണ്ടതുണ്ട്. ആവശ്യമാണ് നമുക്ക്. ഫാക്ടറികളൊക്കെ ആവശ്യം തന്നെയാണ്. നമുക്ക് പേപ്പർ വേണം, നമുക്ക് വസ്ത്രം വേണം, നമുക്ക് മറ്റു പല കാര്യങ്ങളും വേണം. പക്ഷെ ഇതിന്റെയൊന്നും വേസ്റ്റ് ആയിട്ടുള്ള വെള്ളം ഒഴുക്കേണ്ടത് ഒരിക്കലും ഇങ്ങനെയുള്ളിടത്തല്ല. ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. ഈ കുട്ടനാട്ടിലേക്ക് അതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവര് ഇത് കെട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. 4 കാല് കൊടുത്തിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് യാതൊരു അപ്പുറത്ത് കാണാൻ ചൂണ്ടയിട്ടിട്ട് മത്സ്യം പിടിക്കുക. അവിടെ ആ ഏരിയയിലാണ് അത്ര മത്സ്യം കൂടുതൽ വരിക. അപ്പൊ ഇതിനൊന്നും നമുക്ക് നമ്മുടെ മനസ്സോ, എന്നിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേഗം അമ്പലത്തിലേക്കാണ് പോണത്. അപ്പൊ എവിടെ ഈശ്വരൻ ഇരിക്കണമെന്നാ? ഭഗവാൻ ആദ്യം കാണിച്ചു തന്നു അഡ്രസ് ഭൂമി. ഭൂമിയോട് നമ്മുടെ സമീപനം. എന്നാലും ഭൂമി ഇതെല്ലാം സഹിക്കുന്ന സഹനത്തിന്റെ അവനി എന്ന് പറയുമ്പം സഹനത്തിന്റെ പ്രതീകമാണ്. എല്ലാം സഹിക്കുന്നു, എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നു. എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഭൂമിയുടെ മടിത്തട്ടിലേറ്റി നിൽക്കുന്നത്. ഒരു ഭാഗത്ത് വലിയ പർവ്വതങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് അതിന് വിപരീതമായിട്ടുള്ള ഭാവം. വലിയ വലിയ പട്ടണങ്ങളാണെങ്കിൽ ഒന്നുമില്ലാത്ത തരിശു ഭൂമികൾ. ഇങ്ങനെ എല്ലാ വൈവിധ്യങ്ങളെയും, കൊടുങ്കാടും തരിശു ഭൂമികളും എല്ലാറ്റിനെയും അത് ഉൾക്കൊള്ളുന്നു. ഭൂമിയെ ധ്യാനിക്കുന്ന സമയത്ത് ഈ വൈവിധ്യങ്ങളെ മുഴുവൻ നമുക്കും ഉൾക്കൊള്ളാൻ സാധിക്കണം. ഭൂമിയെ പോലെ ആയി തീരാൻ സാധിക്കണം. പക്ഷെ നമുക്കിപ്പോ ഈ അയൽക്കാരനെ പോലും ഒപ്പിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഇവരെയൊക്കെ ഭൂമി അനുഗ്രഹിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഭൂമി പൂജ എന്ന് പറഞ്ഞ് ചെയ്യുന്നതുണ്ടല്ലോ, അവിടെ ഓരോന്ന് ചെയ്തിട്ട് അന്ന് അവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും പായസം കൊടുക്കും പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്സിൽ. എന്നിട്ട് അവിടെ ഒരു 100 പ്ലാസ്റ്റിക് ഗ്ലാസ് അല്ലെങ്കിൽ കവറൊക്കെ നിക്ഷേപിച്ചിട്ട് നമ്മൾ പോവാം. വാസ്തവത്തിൽ ഭൂമി പൂജ ആവുമോ? ഇല്ല എന്ന് പറയാം.
അപ്പൊ ഭൂമിയോട് നമ്മുടെ സമീപനം, ഈശ്വരനോട് ഉള്ള സമീപനം. അയ്യോ സ്വാമി, അപ്പൊ ഇനിയിപ്പോ ചവിട്ടാൻ പറ്റില്ലേ? ഇങ്ങനെയാണ് ഈ പണ്ട് ഈ മുല്ല നസറുദ്ദീൻ മഴ പെയ്യുമ്പോ മുല്ല ഇങ്ങനെ മഴ കൊണ്ടുപോവുക. അപ്പോഴാണ് ഒരു പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, എന്താ മുല്ല ഇങ്ങനെ മഴ നനഞ്ഞു പോകുന്നത്, നിങ്ങൾക്ക് വട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പുരോഹിതൻ കൊട പിടിച്ചിട്ടാ പോണം. അപ്പൊ മുല്ല പറഞ്ഞു, നോക്കൂ, മഴ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തീർത്ഥമല്ലേ, ഭഗവാൻ തരുന്നതല്ലേ, അത് നമ്മൾ മേടിക്കണ്ടേ, അതെങ്ങനെ കൊട വെച്ച് കളയാമോ, നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്, നിങ്ങൾ എന്ത് പുരോഹിതനാന്ന് ചോദിച്ചു. അപ്പോഴേ അയാൾക്ക് അബദ്ധം മനസ്സിലായത്. അയാൾ കൊടയൊക്കെ മാറ്റിയിട്ട് അയാൾ നടന്നുപോയി എന്ന് പറയാം. പിന്നെ ഇതേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്, മുല്ല കൊടയൊക്കെ പിടിച്ചു വരുന്നു, ഇയാളാണെങ്കിൽ മഴ കൊണ്ടുപോകണം. ഇതെന്താ മുല്ല ഇതിങ്ങനെ, നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു, നിങ്ങൾ എങ്ങനെയാ ഞാൻ മതം പറഞ്ഞ് പഠിപ്പിക്കുക, ഭഗവാന്റെ തീർത്ഥം തന്നെയാണത്, പക്ഷെ അതെങ്ങനെയാ ചവിട്ടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചവിട്ടാതെ പോകുന്നു. ഇനിയിപ്പോ നമുക്ക് അതായിരിക്കും, അയ്യോ കാല് വെക്കാമോ, ഭഗവാനല്ലേ, കാല് വെച്ചോളൂ, കുഴപ്പമില്ല, കാല് നമ്മൾ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച് വെക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ഒരു ക്ഷമാപണം നടത്തിയേക്കണം. പാദസ്പർശം ക്ഷമസ്വമേ, മേ പാദസ്പർശം ത്വം ക്ഷമസ്വ, അമ്മേ ക്ഷമിച്ചാലും. സമുദ്രത്തെ വസ്ത്രമാക്കിയിട്ടുള്ള സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ. എന്ത് ഗംഭീര വർണ്ണനയെന്നറിയോ, പർവ്വതം ഭൂമിയുടെ സ്തനമാണത്രേ. അപ്പൊ ആ എങ്ങനെയാണോ ഒരമ്മ കുഞ്ഞിന് വേണ്ടുന്ന അമൃതായ, അവന്റെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന മുഴുവൻ ശക്തിയെയും കടഞ്ഞെടുത്ത് അമൃതാക്കി അതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചിരിക്കുക. എന്നിട്ട് അതാണ് ആദ്യം തന്നെ കുട്ടിക്ക് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഊർജം കുട്ടിയെ സംബന്ധിച്ച്. ഇതുപോലെയാണ് ഭൂമിയുടെ സ്ഥലങ്ങളാണ് പർവ്വതം. ആ പർവ്വതത്തിൽ നിന്നാണ് മുലപ്പാല് വരുന്നത് പോലെ ഗംഗയും യമുനയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും ഒക്കെ വരുന്നത്. അപ്പൊ ആ ഒരു മുലപ്പാലിനോടുള്ള സമീപനം ഉണ്ടോ നമുക്കതിനോട്? ഋഷി വളരെ പണ്ടേ എഴുതിയിരിക്കുകയായിട്ട്, ഒരു കുഞ്ഞിനെ എന്തിനു വേണ്ടിയാണോ മുലയൂട്ടുന്നത്, ആ ഒരു മുലയൂട്ടുന്ന ഭാവത്തോടു കൂടിയാണ് അത്രേ നദികൾ ഇങ്ങനെ ഒഴുകി നമ്മെ അനുഗ്രഹിക്കാൻ, ഈ ഭൂമിയിലെ എല്ലാറ്റിനും കൊടുക്കുകയാണ് ഈ മുലപ്പാല്. പർവ്വതസ്ഥാന മണ്ഡലേ വിഷ്ണു പത്നി, ഭഗവാന്റെ ഭാര്യയാണത്രേ. അപ്പൊ ഭഗവാൻ ആണ് ഇതിന്റെ നേതാവ്. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്നു ഭൂമി. ഭഗവതിയാണ് ഭൂമി. പാദസ്പർശം ക്ഷമസ്വമി, ഞാൻ എന്തെങ്കിലും ഗുരുതകേട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. അപ്പൊ ഭൂമി ഇങ്ങനെ കാണണമെങ്കിൽ ഭൂമിയിൽ നിന്ന് മാറി നിന്ന് വേണം ഇങ്ങനെയൊരു വിവരണം നടത്താൻ എന്ന് പറയാം. അപ്പൊ ഭൂമി ഭഗവാൻ ആദ്യം തന്നെ പറയണു, ഞാൻ ആരാണ്? ഭൂമി ഞാനാണ്. നമ്മുടെ ഭഗവത്ഗീത പോലുള്ള, ഭഗവത്ഗീത അല്ല, നമ്മുടെ ഈ ഭാരതീയ തത്വശാസ്ത്രം, നമ്മുടെ ആചാര്യന്മാർ ഇത് ശരിക്കു പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ഈ ഗീതാ പ്രഭാഷണം അല്ലെങ്കിൽ ഗീത ജ്ഞാനയജ്ഞം എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യമാണ്. മതപരം എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷെ ഇതിൽ ഈ പറഞ്ഞ സെമിറ്റിക് മതങ്ങളോടൊന്നും ഇതിനെ ഒരിക്കലും ചേർക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങേയറ്റം തെറ്റാണ്. കാരണം ഇതിൽ അങ്ങനത്തെ യാതൊരു കാര്യമില്ല. പിന്നെ സ്വാമിക്ക് ചില ചിഹ്നങ്ങളുണ്ട്, ജുബ്ബയുണ്ട്, പൊട്ടുണ്ട്, ഇതുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനും കൂടെ പാവം പേരുദോഷം ശരിക്കും പറയാം. കാരണം ഇതിന്റെ ഇത് ചില സമയത്ത് നമുക്ക് തോന്നും കഷ്ടമാണല്ലോ നമ്മളൊക്കെ ഇത് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോ. പക്ഷെ ഇത് ഒരു പാപവും ചെയ്യാതെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞാൽ അത് കാവ്യവത്കരണം, അത് പിന്നെ അതാണ് ഇതാണ് എന്നൊക്കെയാണ്. പിന്നെ ഇതിനെ സൗകര്യമായിട്ട് ചില ആൾക്കാർ ബോട്ട് പിടിക്കാൻ വരെ ഉപയോഗിക്കുന്നുണ്ട്. അതും ഒരു കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ആപഹ അഹം ആപഹ, ഞാൻ ജലമാണ്. ജലത്തിന്റെ പ്രതികരണം വളരെ സോഫ്റ്റാണ്. ജലം നേരിട്ടൊരടി അടിക്കില്ല. വളരെ തഴുകി തലോടിക്കൊണ്ട് തനിക്കെതിരെ നിൽക്കുന്നവനെ ഇല്ലാണ്ടാക്കും. വലിയ മുട്ടൻ പാറ കുറെ കാലം ഇങ്ങനെ നിന്നു നോക്കി, അവൻ നിന്നത് വെറുതെ എന്ന് പറയാം. അവസാനം ഒരു ചെറിയ ഒരു ഒരു ഗോട്ടി പോലെയായി. പിന്നെ അതെല്ലാം കൂടെ വാരി കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്തിട്ട് നമ്മൾ
അല്ലേ? കുറെ കാലം മസിൽ പിടിച്ച് നിന്നതാ ജലത്തിന്റെ മുൻപിൽ, പ്രതിരോധിച്ചു നോക്കി. ജലം പറഞ്ഞു, വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ. അപ്പോഴൊക്കെ തന്നെ ഇവൻ വിടൂല നിന്നെ, വിടൂല നിന്നെ എന്ന് പറഞ്ഞു. അവസാനം എന്തായി? അവസാനം ഇപ്പൊ സമുദ്രത്തിന്റെ തീരത്തൊക്കെ ഇങ്ങനെ കിടക്കുക, ഗതി കിട്ടാത്ത പ്രേതത്തിനെ പോലെ എന്നൊക്കെ പറയില്ലേ. മണൽത്തരിയോട് പോയി ചോദിക്കൂ, നീ ആരായിരുന്നു എന്ന്. അവൻ പറയും, ഞാൻ ഭീമസേനനായിരുന്നു എന്ന്. എന്റെ പൂർവ്വരൂപം ഇതൊന്നുമല്ല, ഞാൻ ഭയങ്കരനായിരുന്നു. പിന്നെ എന്താ നിനക്ക് ഇങ്ങനെ വരാൻ? ഞാൻ വിചാരിച്ചു ഇവനുമായിട്ടൊന്ന് അടിയുണ്ടാക്കാം. എന്നിട്ട് ശ്രമം നടത്തി. എന്നിട്ടോ ഞാനിത് ഇക്കോലത്തിലായി എന്ന് പറയാം. ഇത് അവരുടെ രീതി അതാണ്. അവർ പറയുന്നു, നിങ്ങൾ നേരിട്ട് അടിക്കരുത്, പിന്നെയോ ജലത്തെ പോലെ എന്ന് പറയാം. അവർ വലിയൊരു കാഴ്ചപ്പാടാണ്. അതേസമയം ജലം കണ്ടിട്ടുണ്ടോ? ജലത്തിന് എവിടെ വെച്ചു കഴിഞ്ഞാലും അത് അതിന്റെ വഴി കണ്ടെത്തും. പറഞ്ഞു കൊടുക്കണ്ട, അതതിന്റെ വഴി പെട്ടെന്ന് കണ്ടെത്തും. എത്ര വലിയ എന്തൊക്കെയാണെങ്കിലും അത് പ്രദക്ഷിണാദികളൊക്കെ ചെയ്ത് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ എത്ര വലിയ VIP സൂട്ട് കേസ് ആണെങ്കിലും നിങ്ങളുടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം എന്താ പറയാ പുറത്ത് ചാടിയ അത് താഴെ എത്തും അല്ലേ? ബസ്സിലൊക്കെ കണ്ടില്ലേ, കുറച്ചു കഴിഞ്ഞാൽ തലയിൽ ഇങ്ങനെയാവും. ആരാ അത്? ആരെങ്കിലും വെള്ളക്കുപ്പി, അതിൽ അവൻ ഇങ്ങനെയെങ്കിലും പുറത്ത് ചാടും, പിന്നെ ഒഴുകാൻ തുടങ്ങും. അത് നമ്മളെയൊക്കെ ചുറ്റി അത് അതിന്റെ വഴി കണ്ടെത്തും എന്ന് പറയാം. നമ്മളും അതുപോലെ നമ്മുടെ വഴി കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. എവിടെ ഇങ്ങനെ ഉറഞ്ഞു നിന്നു കഴിഞ്ഞാൽ കെട്ടുപോകും. ജലം ഞാനാണ്. ജലത്തോട് നമ്മുടെ സമീപനം എന്തായിരിക്കണം? അങ്ങേയറ്റത്തെ ശ്രദ്ധാപൂർവം വേണം ജലത്തെ നാം വിനിയോഗിക്കാൻ. അപ്പൊ ജലത്തെ കിട്ടി ദിവസം പോയി നമുക്ക് ഈ ആകെ തൊട്ട് തലയിൽ വെക്കലേ അറിയുള്ളൂ. ശരിക്കും പറയാം, നമ്മുടെ ഈശ്വരനോടുള്ള നമ്മുടെ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഇല്ലേ, അതുകൊണ്ട് ഇതിൽ കവിഞ്ഞ വേറെ ഒരു ഏർപ്പാടും നമുക്കറിയില്ല. ഇതന്നെ കോമരാക്കാൻ പറ്റും അല്ലേ? ചിലതൊക്കെ വളരെ രസമാണ്. ഈ അമ്പലത്തിന്റെയും പള്ളിയുടെയും ഒക്കെ ബൈക്കിലൊക്കെ പോകുമ്പോൾ കാണാം അല്ലേ? ഭഗവാൻ ഒരു സല്യൂട്ടാണ്. ഇതിൽ ഈ ശ്ലോകം വളരെ നന്നായി മനനം ചെയ്യേണ്ടതാണ്. ഭഗവാൻ പറയുകയാണ് ഞാൻ ആര് എന്ന്. അപ്പൊ ജലം ഞാനാണ്. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിക്കഴിഞ്ഞാലേ ഓർത്തോളാം, ഇത് ഞാനാണ്. ഭഗവാനെ തന്നെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മളത് സ്കൂളിൽ പഠിച്ചു, ഹൈഡ്രജനാണ് ഓക്സിജനാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ. മോനെ, ഒരു ഹൈഡ്രജൻ സിലിണ്ടറും ഒരു ഓക്സിജൻ സിലിണ്ടറും തരാം, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കിട്ടി തരുമോ? ഇല്ല എന്ന് പറയാം. അതിനെ ചേർക്കുന്ന ഒരാളുണ്ട്, മൂപ്പരാണ് അത്ര ഗണപതി, ഗണാനാംപതി, ആറ്റങ്ങളുടെയൊക്കെ മാസ്റ്ററായിട്ടിരിക്കുന്ന ആള്, ചേർക്കുന്ന ആള്. ഈ ലബോറട്ടറിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഈശ്വരനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറേയും കൂടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങളൊക്കെ ഈ പറഞ്ഞ ബിംബങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിലവിളക്കും ചന്ദനത്തിരിയും ഫോട്ടോയും എല്ലാം മാറ്റി ഒരു ചോക്ക് ബോർഡും എന്താ പറയാ ബ്ലാക്ക് ബോർഡും ചോക്കും പിന്നെ വലിയ സ്കെയിലും ഇത് കൈകാര്യം ചെയ്യുന്ന സ്ഥലം മാറിക്കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു മാറ്റം ഉണ്ടാവും എന്ന് സ്വാമിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് അറിയില്ല, നമുക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇത് ക്ലാസ്സിലൊരു സബ്ജക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും, പഠിക്കും. അത് നന്നായി പറയണം, പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ആദ്യമേ പറയുന്നത് ഇതൊക്കെ ഇല്ലാത്തതാണെന്നാണ്, അങ്ങനെ പറയുന്നത് ഈ കുഴപ്പം. ഇതിലെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. അങ്ങനെയാണല്ലോ നാം പഠിച്ചു വന്നത്. നമ്മൾ പഠിച്ചു വന്ന രീതിയും കൂടി ഒന്ന് മനസ്സിലാക്കുന്നതുമല്ല. ഗുരുകുലത്തിൽ വെച്ചിട്ട് ആശ്രമത്തിൽ വെച്ചിട്ടാണ് എല്ലാ വിദ്യയെക്കുറിച്ചും ഗുരു പഠിപ്പിച്ചു കൊടുത്തത്. നക്ഷത്രവിദ്യയും ഭൂതവിദ്യയും എല്ലാം, കാലഹസ്ത്യത്തില് എന്തൊക്കെ ചെയ്യേണ്ടെന്നും എല്ലാം തന്നെ അവിടെ വെച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതുപോലെ നമ്മുടെ കലാലയത്തിൽ വെച്ചിട്ടായിരിക്കണം എല്ലാ മതങ്ങളുടെയും സാരാംശവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ആവശ്യമാണ്. ആപഹ അഹം അപഹ, ഞാൻ ജലമാണ്. തുടർന്ന് പറയുന്നു അനലഹ, അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി, എല്ലാറ്റിനെയും പരിശുദ്ധമാക്കുന്ന. വൈദിക കാലത്ത് അഗ്നിയായിരുന്നു പ്രത്യക്ഷനായ ദേവൻ. ഋഗ്വേദം ആരംഭിക്കുന്നത് അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉപനിഷത്തിൽ പറയുന്നു അഗ്നേ നയ സുപഥാരായേ അസ്മാൻ.
വിശ്വാനി വൈനാനി യോദ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. അങ്ങേക്ക് അഡ്വാൻസ് ആയിട്ട് നമസ്കാരം ആദ്യം തന്നേക്കാം. അപ്പ പറ്റിയെന്ന് വരില്ല. മരിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആദ്യമേ പറയുന്നു അഗ്നേ നയിച്ചാലും. എങ്ങനെ? അങ്ങയുടെ തേജസുറ്റ മാർഗത്തിലൂടെ കൊണ്ടുപോയാലും. സുപഥാരായേ അസ്മാൻ വിശ്വാനി വൈനാനി യുയോദ്യസ്മ ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേയമാന. അങ്ങേക്ക് അധികം നമസ്കാരം. എന്തിനാണ്? അങ്ങ് വിശ്വത്തിലെ എല്ലാം അറിയുന്നവനാണ്. മാത്രമല്ല, ഞാൻ അങ്ങയെ സാക്ഷി നിർത്തിയിട്ടാണ് എന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തത്. അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാളുണ്ടായിരിക്കണം സാക്ഷിയായിട്ട്. അതുകൊണ്ടാണ് അഗ്നി സാക്ഷി എന്ന് പറയുന്നത്. അഗ്നി എല്ലാറ്റിനും സാക്ഷിയാണ്, എല്ലാറ്റിനെയും അറിയുന്നവനാണ് അവൻ. അതുകൊണ്ട് അവന് വിശ്വവേദൻ എന്ന് പേരുണ്ട്. വിശ്വത്തെ മുഴുവൻ അറിയുന്നവൻ, എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചടങ്ങുകളിലെല്ലാം അഗ്നി തെളിക്കുന്നത്. അഗ്നി ജ്വലിപ്പിക്കുന്നത് എന്തിനാണ്? ഇതിനാണ്. ഒരു കുട്ടി ജനിച്ചു, വീട്ടിൽ എന്ത് നല്ല കർമ്മം നടന്നാലും ഒട്ടനെ വിളക്ക് കൊളുത്തണമെന്ന്. പക്ഷെ നമ്മുടെ ഒരു ധാരണയുണ്ട്, അയ്യോ വിളക്ക് കൊളുത്തുന്നത് ആയിട്ടില്ലല്ലോ വിളക്ക് കൊളുത്താൻ. കാരണം എന്തിനാ നേരത്തെ വിളക്ക് കത്തിച്ചിട്ട് നീ വീട് മുടിപ്പിക്കാനായിട്ട് വന്നതാണോ? കാരണം എന്താ? എണ്ണ ചെലവാകുകയെ. അതുകൊണ്ടാണ്. അതുകൊണ്ട് അടുത്തിരി കത്തി ഇനി ഈ വീട് അടി കെട്ടുപോയി എന്നൊക്കെയുള്ള ധാരണയാണ്. അടുത്തിരി കത്തുന്നത് എണ്ണ തീർന്നാൽ അടുത്തിരി കത്തും. അടുത്തിരി കത്തരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പൂർവികന്മാര് നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ ഉണ്ടായിരിക്കണം, വിളക്ക് അവിടെ കത്തുന്നുണ്ട് എന്നുള്ളത്. കർമ്മത്തിന്റെ ശ്രദ്ധയെ കാണിക്കാനാണ് അവര് ദോഷം എന്ന് പറഞ്ഞത്. അതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല ഇനിയും. നമ്മൾ അടുത്തിരി കത്തിയ ഓടി ജ്യോത്സ്യന്റെ അടുത്തേക്ക്. അപ്പൊ അഗ്നി ആരാണത്രേ? ഞാനാണ്. ആപാഹ അനലൻ. അപ്പൊ ഈശ്വരൻ എവിടെയെന്ന് ചോദിക്കുന്നു. ഗ്യാസ് കത്തിക്കുമ്പോൾ കണ്ടോളൂ, അഗ്നിയെ നയിച്ചാലും. ദിവസവും പറഞ്ഞൂടെ നമുക്ക്? അപ്പൊ അഗ്നിയെ പോലെ പരിശുദ്ധൻ. അഗ്നി എന്താണ്? എല്ലാറ്റിനെയും പരിശുദ്ധമാക്കുന്നു. എല്ലാറ്റിനെയും അവന്റെ ഇതിലേക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭസ്മാക്കി കളയും, പിന്നെ വിഭൂതിയാക്കി തരും എന്ന് പറയാം. പിന്നെ പരിശുദ്ധമാണ്. ബാക്കി അവശേഷിക്കുന്നത് പരിശുദ്ധമാണ്. അതോ തിലകമായിട്ട് ചാർത്താമെന്ന് പറയാം. അനലഹ. വായു, കാറ്റടിക്കുമ്പം ഭഗവാൻ വായു അനലഹ. അതും അന്തരീക്ഷത്തെ വളരെ നന്നായിട്ട് നമ്മൾ പരിശുദ്ധമാക്കി അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. വായു എന്താ? ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി. വേദത്തിൽ കാണാം. വായോ അങ്ങ് ത്വമേവ പ്രത്യക്ഷം, അങ്ങ് പ്രത്യക്ഷനായിട്ടുള്ള ബ്രഹ്മമാണ് എന്ന് പറയും. അത് നമുക്കറിയാം. എന്താണെന്നറിയോ? കൃത്രിമമായിട്ട് ഓക്സിജൻ തരുമ്പോഴാ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി എന്നറിയാം. ICUവില് ഓക്സിജൻ അല്ലേ? ഒരാള് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തമാശയാണ്. ഒരാള് വളരെ വിഷമം അനുഭവിക്കുകയാണ്. അയാൾക്ക് കൃത്രിമമായിട്ട് ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അവിടെ വന്നു. ആ സമയത്ത് സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തിനോട് ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം അങ്ങനെ പറയണം എന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം പേന എടുക്കാൻ പറഞ്ഞു. ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം എഴുതി കൊടുത്തപ്പോൾ ഇദ്ദേഹം അത് വായിച്ചു നോക്കാതെ മടക്കിയിട്ട് ഇതിൽ വെച്ചാൽ ഞാൻ പിന്നെ വായിക്കാം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ വായിച്ചാൽ മതിയായിരുന്നു, പക്ഷെ വായിച്ചില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ തന്നെ ആള് മരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരാദികളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുത്തെടുത്ത് വായിച്ചു നോക്കി. അപ്പൊ അതിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ആ ഓക്സിജൻ ട്യൂബിലാണ് നിൽക്കുന്നത്, ഒന്ന് മാറി നിന്നാ മതി. ഓക്സിജൻ ട്യൂബിലാണ് നിൽക്കുന്നതാണ്. ഓക്സിജന്റെ തടസ്സമുണ്ട്. വായോ ത്വമേവ പ്രത്യക്ഷം. ഇപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഒരു ഇൻകം ടാക്സും കൊടുക്കണ്ട. പക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ICUവിൽ നമുക്ക് ഓക്സിജൻ തന്നാല് ഇത് വെറുതെ കിട്ടുന്നതല്ലേ എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. ബില്ല് കൊടുക്കാൻ നേരത്ത് അതിന്റെ വില നമ്മൾ അപ്പോഴറിയും. അപ്പൊ ഇത്ര വർഷമായിട്ടില്ലേ ഒരു മണിക്കൂർ ഒരാൾക്ക് കൃത്രിമമായിട്ട്
ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്ര അതിന് ബില്ല് വരിക എന്ന് നോക്കൂ നിങ്ങൾ. ഒന്ന് ചോദിച്ചാൽ മതി, അറിയുന്നവർ പോയി ചോദിച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ വയസ്സുമായിട്ട് നമ്മൾ എത്ര ശ്വസിക്കുന്നു എന്നൊക്കെ ഒന്ന് ഗുണിച്ചൊക്കെ ഒന്ന് നോക്കുക. ആരാണ് മൂക്കിന്റെ തുഞ്ചത്ത് ശ്വസിക്കാൻ പാകത്തിന് ഈ പ്രാണനെ പ്രദാനം ചെയ്തത്? പ്രാണനായി നിലകൊള്ളുന്നത് ആരാണ്? ഞാനാണ് എന്ന് പറയും. ഞാൻ വായുവാണ്. ഖം ആകാശം ഞാനാണ്. ആകാശത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്നത് എന്നല്ല, സ്പേസ്, ആകാശം. നമ്മുടെ ഉള്ളിൽ ആകാശമുണ്ട്, ഇതെല്ലാം ആകാശം. ഈ ബ്രഹ്മാണ്ടം, ഈ അനന്തകോടി, ഈ എന്താ പറയാ നക്ഷത്ര സമൂഹം നിലകൊള്ളുന്നത് ആകാശത്തിലാണ്. നമ്മൾ പറയില്ലേ മിൽക്കി വേ, അല്ലേ? പാലാഴിയാണ് അത്ര മിൽക്കി വേ. ആകാശം. പിന്നെയോ മനഃ, മനസ്സ്. അതാരാണ്? ഭഗവാനാണ്. മനസ്സ് ഭഗവാനാണ് മനസ്സായി പരിണമിച്ചിരിക്കുന്നത്. മനഃ. ബുദ്ധിഹി, ബുദ്ധി ഞാനാണ്. ഇതൊക്കെ എന്റെ മേൽവിലാസങ്ങളാണ്, എന്റെ സങ്കേതങ്ങളാണ്. ബുദ്ധിഹി. അഹങ്കാരഃ. ഹാവു സ്വാമി, അതെനിക്ക് കുറച്ച് അധികം ഭഗവാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്നിൽ ഭഗവാൻ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരും പറയാറുണ്ട് നിന്നെപ്പോലെ ഒരു അഹങ്കാരി. ഇനിയിപ്പോ സമാധാനമായത്. അഹം കർത്ത അഹം ഭോക്ത ഇതി അഹങ്കാരഃ. ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്. ഈ ഭഗവാൻ ഇവിടെ പറയുന്ന അഹങ്കാരം എന്നുള്ളത് അഹം ഭാവമുണ്ട്, അഹം ബോധം. അതാ നമ്മുടെ വെറുതെ ഇല്ലാത്തതിനെ പ്രകടിപ്പിക്കുന്നതുണ്ടല്ലോ, അതല്ല. അഹംബോധം. ഇത് അഷ്ടധ ഭിന്ന മേ ഇയം പ്രകൃതി. ഇതാണ് എന്റെ 8 ഭാര്യമാർ. ഞാൻ ഇവരെയൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പട്ടമഹർഷി എന്ന് കേട്ടിട്ടില്ലേ? അതിവരാ. ഒരു 16,008 കണക്കില്ലേ? 8 പേരെ ഭഗവാൻ വളരെ വിശേഷമായിട്ട് തന്നെയാണ് വെളിയഴിച്ചത്. എല്ലാവരെയും പറഞ്ഞ് അത് പല പല വിധത്തിലൊക്കെയാണ് ഭാഗവതത്തിൽ. പിന്നെ ഒരു 16,000 ഉണ്ട്, ജരാസന്ധന്റെ അവിടുന്ന് മോചിപ്പിച്ചെടുത്തതാണ്. അല്ല, അതാണ് സ്വാമി ഞാൻ പറയേണ്ടത്. മൂപ്പരുടെ പേരിലുള്ള വലിയ കുറ്റം. അല്ലെ, മൂപ്പരെങ്ങനെയാ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞങ്ങളാണെങ്കിൽ ഒരാളെ തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഇത് 8 പേര് ഭഗവാന്റെ പ്രകൃതി. ഇതിൽ പുരുഷനായി നിലകൊള്ളുന്നു ഭഗവാൻ. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ഭർത്ത എന്നുള്ളത് ഭരണനിപുണൻ എന്നാണ് ഭർത്ത. അപ്പം സാധാരണ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ നിന്നാണ് ഇതിന്റെ ബാക്കി, ഇതിന്റെ പ്രകടനം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഈ വിശ്വത്തിൽ കാണുന്ന എല്ലാം. പഞ്ചമഹാഭൂതങ്ങൾ, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതാണ് എല്ലാറ്റിലും ഉള്ളത്. എല്ലാമായി നിൽക്കുന്നത് ഇതാണ്. അപ്പൊ 16,000 എന്ന് പറഞ്ഞാൽ അനന്തതയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നാരദർ ഒരിക്കലും ഇത് പോയി നോക്കുന്നത്. എന്താ നാരദർ നോക്കി ഓരോ വീട്ടിലും ഭഗവാൻ ഉണ്ടോ എന്ന്? നാരദർ നിരാശനായില്ല എന്ന്. ഓരോ വീട്ടിലും അദ്ദേഹം നിലകൊള്ളുന്നു, ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ട്. ഈ വിശ്വത്തിലെ എല്ലാം ഈ പറഞ്ഞ ഭഗവാൻ കല്യാണം കഴിച്ച എന്താ പറയാ ഭഗവാന്റെ ഭാര്യമാരായിട്ട് കാണാം. ഈ വിശ്വത്തിലെ എല്ലാറ്റിലും. ആ വീട്ടിന്റെ അകത്തേക്ക് പോയാൽ ഗൃഹനാഥനെ നിങ്ങൾ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് ഏതൊന്നിനെ എടുത്ത് പരിശോധിച്ചാലും അതിന്റെ കേന്ദ്രമായി നിൽക്കുന്നത് ആ സത് വസ്തുവാണ് എന്ന താത്പര്യത്തെ കവി ഒന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങോട്ട് വിസ്തരിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ആലോചിക്കുന്നത് വേറെ ചില ആലോചനകളൊക്കെയാണ് നമുക്ക്. 16,008 പേരുടെ കൂടെ എത്ര ഭാഗ്യവാൻ അറിയാം ഇല്ലേ? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും
സ്ത്രീ വിഷയ തത്പരരായിട്ടുള്ള ആളുകളെ അവനൊരു കൃഷ്ണനാണ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൃഷ്ണന് നല്ല സ്ഥാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഉന്നതമായിട്ടുള്ള നിലയിലാണ് ഭഗവാൻ വിരാജിക്കുന്നത്. ഏറ്റവും മനതായിട്ടുള്ള ആളുകളെ അവർക്ക് വേറെ മലയാളത്തിൽ പെൺകോന്തന്മാരെന്നൊക്കെ പറയും. അവര് പറയാനുള്ള നല്ലൊരു വാക്കാണ് അത്ര എന്താ കൃഷ്ണനെന്ന്. നമുക്ക് എന്തറിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്നത്? നമുക്ക് ഇങ്ങനത്തെ വല്ല കാര്യം അറിഞ്ഞിട്ടാണോ പറയുന്നത്? അല്ല, ഹൃദയം അങ്ങോട്ട് പറയുന്നേ. അതുകൊണ്ട് ദയവേത് നിങ്ങളെങ്കിലും കാര്യം മനസ്സിലാക്കും കുറച്ചു പേരെങ്കിലും. ആരാണ് ഈ 8? എന്താണ് ഭഗവാൻ 8 എന്ന് പറയുന്നത്? ഇതാണ്. ഞാൻ ഈ 8ആണ്. ഭൂമി, ഇപ്പൊ ക്രമത്തില് വേദത്തിലെ ക്രമത്തിൽ പറയുകയാണെങ്കിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഏതസ്മാത് ആത്മന ആകാശ സംഭൂത. ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഃ, അദ്ഭ്യഃ പൃഥിവി, പൃഥിവ്യാ ഓഷധയഃ, ഓഷധിഭ്യോ അന്നം, അന്നാത് പുരുഷഃ. അങ്ങനെയാണ് ക്രമം. അതിൽ നിന്ന് അതൊക്കെ ഇങ്ങനെ പലതും പലതായി തീരട്ടെ എന്ന സങ്കല്പത്തില് അതങ്ങനെ പലതായി എന്നാ ഈ പലതായപ്പോഴോ ഈ പലതൊന്നുമില്ല, ഒന്ന് തന്നെയുള്ളൂ. അത് പലതായതുപോലെ തോന്നുന്നതാണ്, തോന്നൽ മാത്രമാണ്. അതെങ്ങനെയാ തോന്നുക? അതെ, ദിവസവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. രാവിലെ എന്താ ഉള്ളത്? ഇഡലിയുണ്ട്, ദോശയുണ്ട്, പുട്ടുണ്ട്. ഇത് അരി പലതായതല്ലേ? അതെ, അതുപോലെ തന്നെയാണ്. വീട്ടിൽ എന്തൊക്കെയുണ്ട്? ജ്വല്ലറി കയറി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഒരുപാടുണ്ട്. വളയുണ്ട്, മാലയുണ്ട്, കമ്മലുണ്ട്, കൊലുസുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അരഞ്ഞാണമുണ്ട്. എന്താ അവിടെ ഉള്ളത്? സ്വർണം മാത്രം. പലതില്ല. പലത് നമുക്കാണ്. സ്വർണ്ണക്കടയിൽ ഇരിക്കുന്നവനറിയാം പലതില്ല, ഒന്നേ ഉള്ളൂ. കനകൈക മഹാബുദ്ധി ആഭരണ ബുദ്ധിയെ മാറ്റും. നമുക്ക് ആ ബുദ്ധി, കനകൈക മഹാബുദ്ധി വരുന്നത് ബാങ്കിൽ വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴാണ്. ശ്രീരാമ പട്ടാഭിഷേകം വിൽക്കാൻ പോയിട്ടുള്ള ഭക്തന്റെ കഥ അറിയോ നിങ്ങൾക്ക്? ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ എന്ന് പറഞ്ഞിട്ട് ദിവസവും ശ്രീരാമ പട്ടാഭിഷേകത്തിന് എന്താ പറയാ ഇത് ചെയ്യുന്ന, അഭിഷേകാദി പൂജാദികളൊക്കെ ചെയ്യുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു. അച്ചാച്ചന്റെ കാലത്തുള്ളതാണ്. സ്വർണത്തിലാണ് എല്ലാം. ആരൊക്കെയാണ്? ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, സീതാദേവി, ഹനുമാൻ, ഇതൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഉള്ളതാ. അപ്പൊ ദാരിദ്ര്യം വന്ന് മൂത്ത സമയത്ത് പിന്നെ ഇതൊക്കെ ഓരോന്ന് വിൽക്കണം എന്നത് തന്നെയായി ചിന്ത. അപ്പൊ ഇയാളിങ്ങനെ ശ്ലോകം ചൊല്ലും. എന്താ ചൊല്ലുന്നത്? ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ആരെ ആദ്യം കൊടുക്കണം എന്നിങ്ങനെ ആലോചിച്ചു. ഓം ശ്രീ സീതാ ലക്ഷ്മണ, സീതയെ ആവാം ആദ്യം. സീതയെ കൊടുത്തു. ഒരു വില കിട്ടി. എന്തോ 1000 രൂപയോ 2000 രൂപയോ എന്തോ കിട്ടി. ശ്രീ സീത. പിന്നെ അടുത്തതോ ദാരിദ്ര്യം വന്നു. അടുത്തത് ലക്ഷ്മണനെ കൊടുത്തു, അതേ തുക കിട്ടി. പിന്നെ ഭരതനെ കൊടുത്തു, അതേ തുക കിട്ടി. അവസാനം ഹനുമാനും ഭഗവാനും മാത്രമായി. ആരെ കൊടുക്കും എന്നായി. ആരെയാ കൊടുക്കുക? ഇപ്പൊ ഒരാളെ വെച്ചിട്ടില്ല, അങ്ങനെ പ്രശ്നമായി. അവസാനം രണ്ടും ഒരുമിച്ച് കൊടുക്കാനായി. അങ്ങനെ ഈ സ്വർണ്ണക്കടക്കാരന്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ശ്രീരാമന് 2000 രൂപ, ഹനുമാന് 3000 രൂപ. അത് പറ്റില്ല. എന്തായാലും പ്രഭുവിനാ വില കൂടുതൽ. ഹനുമാന് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇല്ല, കടക്കാരൻ പറഞ്ഞു പറ്റില്ല. അതെന്താ അതങ്ങനെ? അതെ, നിങ്ങളുടെ പ്രഭുവിന് വാലും മസിലും ഒന്നുമില്ല. മസില് രൂപത്തിലും വാൽ രൂപത്തിലും ഇരിക്കുന്നത് സ്വർണമാണ്. അപ്പൊ അതിൽ ആകെ സ്വർണം കുറച്ച് കൂടുതൽ വേണ്ടി വന്നത് ആർക്കാണ്? ഹനുമാനാണ്. അതുകൊണ്ടാണ് സ്വർണ്ണക്കടക്കാരൻ ഹനുമാനല്ല വില കൊടുത്തത്, പിന്നെയോ സ്വർണത്തിനാ വില കൊടുത്തത്. പക്ഷെ ഈ ഭക്തൻ അയ്യോ ഹനുമാനേക്കാൾ വില എന്തായാലും ഭഗവാനല്ലേ, ശ്രീരാമനല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കടക്കാരൻ അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണ്. സ്വർണ്ണക്കടക്കാരൻ സ്വർണം മാത്രമാണ് കാണുന്നത് എന്ന് പറയും. കനകൈക മഹാബുദ്ധി. ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ വാസിഷ്ഠത്തില് വസിഷ്ഠനോട് വസിഷ്ഠൻ രാമനോട് പറയുന്നുണ്ടല്ലോ, സർവത്ര പഞ്ചഭൂതാനി, പഞ്ചഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ. ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ, ആറാമതൊന്നിനെ മോനെ തെരഞ്ഞാൽ കിട്ടില്ല.
പാതാളേ ഭൂതലേ വാപി, പാതാളത്തിൽ പോയിക്കോ, ഭൂമിയിൽ എവിടെ വേണമെങ്കിലും പോയിക്കോ. അതുകൊണ്ട് തന്നെ ധീരത്തത്രന് മുഹ്യതി, ധീരൻ ഈ വിഷയത്തിൽ മോഹിക്കാറില്ല എന്ന് പറയാം. ധീരൻ ഒരല്പം പോലും മോഹമില്ല. കാരണം അവൻ കാണുന്നത് മുഴുവൻ ഇതാണ്. ഇത് പലതായി വിരിഞ്ഞിരിക്കുന്നു എന്നും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാനാണെന്ന് ശരിക്കറിഞ്ഞുള്ള നമ്മുടെ സമീപനത്തിൽ ഇനി മാറ്റം വരണം. നമ്മളെ ഭൂമിയോട്, നമ്മുടെ പ്രകൃതി, ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി അങ്ങേയറ്റം സാമ്യപ്പെട്ട് കഴിയുന്നവനാണ്. അവന്റെ ലക്ഷണം എന്ത് എന്ന് ചോദിച്ചാൽ അവൻ പ്രകൃതി അനുസാരിയായിരിക്കും. ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ ഭക്തന്റെ ലക്ഷണം നിർവചിക്കുകയാണെങ്കിൽ അവൻ പ്രകൃതിക്ക് ഒരിക്കലും ഒരു വിഘാതം നിൽക്കുന്നവനായിരിക്കില്ല, തടസ്സം സൃഷ്ടിക്കുന്നവനല്ല. അവനൊരു കാറ്റ് പോലെ, ഒരു സമുദ്രം പോലെ, ഒരു തിരമാല പോലെ, ഒരു നദി പോലെ, ഒരു ഇല പോലും മഞ്ഞയായി കൊഴിഞ്ഞു വീഴുന്നതിനൊരു സൗന്ദര്യമുണ്ട് അല്ലേ? ഇല പച്ചയാവുന്നതും നമ്മൾ പറയും. നമ്മൾ വെറുതെ പ്രകൃതിയുടെ അതിസുന്ദരമായ ഈ പ്രക്രിയയിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? ദയവേത് ഈ കോമാളിത്തരങ്ങളൊക്കെ ഈ ഗീത പഠിച്ചതിന് ശേഷം നമുക്ക് ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താണ്? അതായത് പഴുത്ത പ്ലാവില അല്ലെങ്കിൽ പഴുത്ത ഇല ഇങ്ങനെ വീഴുന്നത് കാണുമ്പോൾ പച്ച ഇല ഇങ്ങനെ ചിരിക്കും അത്രേ. എടാ, അത് നീ ചിരിക്കുന്നതാ. പച്ച ഇലയ്ക്ക് അങ്ങനത്തെ ചിരിയൊന്നുമില്ല. പച്ച ഇലയായിട്ട് തന്നെ നിലനിൽക്കും. മഞ്ഞ വീഴുന്ന സമയത്ത് ഡാൻസ് ചെയ്തുകൊണ്ട് വീഴും. എന്നിട്ടത് വീണ്ടും കരിഞ്ഞ് ഉണങ്ങി വീണ്ടും അതിന് പോഷകമായി അത് വീണ്ടും അതിന്റെ ഉള്ളിലേക്ക് മറ്റൊരു ഭാവത്തിൽ കയറി ചെല്ലും. എന്നിട്ട് പച്ചയായി ആവിർഭവിക്കും. നീയാണ് പഴത്തൊലി തിന്ന് ഇട്ടിട്ട് അതിന്റെ മുകളിൽ നടന്ന് വീഴുമ്പോൾ നിന്റെ ഭാര്യയാണ് ചിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയും. അതൊക്കെ നമ്മെ സംബന്ധിക്കുന്നത്. പ്രകൃതിയെ വർണ്ണിക്കുന്ന കവികളുമുണ്ട്, പ്രകൃതിയിൽ ദോഷം കാണുന്നവരുമുണ്ട്. പക്ഷെ നമ്മളെ സ്വാധീനിക്കുക ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ളതൊക്കെയാണ്. കുറുക്കനെ പോലെയാണ്. കുറുക്കൻ മുന്തിരിങ്ങയ്ക്ക് ചാടിയിട്ട് കുറുക്കന് പിന്നെ മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞു. കുറുക്കൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആര് പറഞ്ഞു കുറുക്കൻ ചതിയനാണ്. നിങ്ങൾ എന്തെങ്കിലും കുറുക്കൻ ഒരു ചിട്ടി കമ്പനി നടത്തിയിട്ട് നിങ്ങളുടെ ആരെങ്കിലും കാശ് കുറുക്കനെ എടുത്തു വെച്ചു ഉണ്ടോ? എന്തു ചതി? ആരോടാ കാണിച്ചത്? നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. കുറുക്കൻ എന്ന് പറഞ്ഞാൽ ചതിയൻ. ഒരു കുറുക്കൻ റോഡിൽ വല്ല വണ്ടിയുടെ അടിയിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറുക്കനെ കണ്ടാൽ എന്തെങ്കിലും തോന്നും. നേരെ മറിച്ച് ഒരു ആട്ടിൻകുട്ടിയാണെങ്കിലോ നമുക്ക് അയ്യോ പാവം, അതിന്റെ കുറുക്കന് ഇതൊന്നുമില്ല. കള്ളനാണ്, കോഴിയെ കേൾക്കുന്നവനാണ്. എന്നാ പുല്ല് കേൾക്കുന്നവനല്ലേ ആട്? അല്ലാന്ന് പറയും. അപ്പൊ എല്ലാം അതാണ്. അപ്പൊ നമ്മുടെ ഒരു സമീപനത്തില് നമ്മൾ അങ്ങേയറ്റം പ്രകൃതി അനുസാരിയായിരിക്കും. അപ്പൊ നമ്മൾ പ്രകൃതിയുമായിട്ടൊരു സാമ്യത്തിൽ വരാൻ, അതിന്റെ താളത്തിൽ നാം, ആ പ്രപഞ്ചത്തിന്റെ ഒരു താളമുണ്ടല്ലോ, ആ താളം നമുക്ക് നല്ല പരിചയമാവും. ഖഗോള സംഗീതം എന്ന് പറയും. എന്താ? സോങ് ഓഫ് സ്പിയർ എന്നാണ് അതിനെ പറയുന്നത്. ഭൂമിയുടെ മാത്രമല്ല, ഈ മുഴുവൻ ബ്രഹ്മാണ്ടത്തിന്റെയും ഇതിന്റെയൊക്കെ ഒരു സംഗീതം വരാനുണ്ട് എന്ന് പറയാം. ആ സംഗീതം കേൾക്കാൻ നമ്മൾ തുടങ്ങും, അതായിട്ട് നമ്മൾ തീരും. ഇതൊക്കെയാണ് ഭക്തന്റെ ലക്ഷണമായിട്ട് ഈ ഗീതയ്ക്ക് പറയാനുള്ളത്. ഭഗവാനെ അവതരിപ്പിക്കുന്നതും അതായിട്ടാണ്. അല്ലാതെ നമ്മൾ ഇത് വെച്ചാൽ അത് തീരും, എന്നിട്ട് ഒരു ദൃഷ്ടിഗണപതി ഇപ്പൊ എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് സീറ്റാക്കി വെച്ചിരിക്കുക. അപ്പൊ പിന്നെ ഉത്തരവാദിത്വം ഒന്നുമില്ല, ഒക്കെ ദൃഷ്ടിഗണപതി വേണം നോക്കാൻ. വല്ലവരും മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി ഇനിയിപ്പോ എങ്ങനെയാ സ്വാമിയെ വീട്ടിൽ വിളിക്കുക? ഇതൊക്കെ ഉണ്ടല്ലോ. ആദ്യം നമ്മുടെ സമീപനമൊക്കെ ഒന്ന് മാറേണ്ടതുണ്ട്. ഭഗവാൻ പറയുന്ന സങ്കേതങ്ങളിൽ ഈ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതിൽ അപ്പൊ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഞാനാണെങ്കിൽ ഇതൊക്കെ എത്രത്തോളം പരിശുദ്ധമാക്കി വെക്കണം. ഈ വിശ്വത്തിലെ ഏറ്റവും പരമോന്നതമായത്, ഏറ്റവും മഹനീയമാർന്നത് ഭഗവാൻ എന്ന് നാം കരുതുന്നുവെങ്കിൽ ഇതിലൊക്കെ എത്ര മഹത്വം നാം ദർശിക്കണം. അപ്പൊ ഭൂമിയുമായി നാം പെരുമാറുമ്പോൾ ഒരു മഹാത്മാവുമായിട്ടുള്ള സമ്പർക്കമല്ലേ നമുക്ക്? ആ ഒരു ഭാവനയല്ലേ നമുക്ക് വേണ്ടത്? ആ ഒരു ഭാവനയിലൂടെ നിങ്ങളൊന്ന് നടന്ന് നീങ്ങി നോക്കൂ.
കാര്യങ്ങളൊക്കെ അടിമേൽ മറയും. ഇപ്പൊ നമ്മൾ ഒരു വൃക്ഷത്തിന്റെ തണലിൽ നിന്ന് ആ വൃക്ഷത്തിന്റെ തണൽ അനുഭവിച്ച് ബസ് കയറി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കൊന്നും തോന്നാറില്ല. ആ ഹിമഗിരി വിഹാരം, അതായത് ഹിമവത് വിഭൂതി എന്ന് വിശേഷിപ്പിക്കുന്ന തപോവനസ്വാമികൾ പറയുന്നുണ്ട്, യോ ദേവോ ഛായാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. ഇതാ തണലായി നിന്ന ഭഗവാന് എന്റെ നമസ്കാരം. നമ്മൾ ഒരു ബീഡിക്ക് തീ തന്നാൽ താങ്ക്സ് പറയും, ഇല്ലേ? നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി തന്നതാണത്. എന്നാലും നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞ അല്ലെങ്കിൽ ആ തണലേകിയ വൃക്ഷത്തോട് നമുക്ക് എന്തെങ്കിലും, ഇപ്പം നമ്മൾ നിന്നിങ്ങനെ പറയണമെന്നല്ല, നമുക്ക് ജസ്റ്റ് നോക്കാൻ തോന്നാറുണ്ടോ മുകളിലേക്ക്? നമ്മൾ ആകെ നോക്കുക എന്താണെന്നറിയോ? കാക്ക വന്നിരുന്ന് കാഷ്ടിക്കുകയോ, നോക്കുമ്പോഴേക്കും കാഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? ഏതു നേരം ആ ചിന്തയായിട്ടാണ് പോകുന്നത്. കാക്കി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഒന്ന് കാഷ്ടിക്കാം എന്ന്. കാക്കിക്കും തോന്നുന്നു ഇതൊരു ക്ലോസറ്റാണ് എന്ന് നമ്മളെ കാണുമ്പോഴേ. അതെ, കൃത്യമായിട്ട് എന്തുകൊണ്ട് കാക്കി അത് ചെയ്യുന്നു? നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നട്ടെ കാക്കി വരില്ലേണ്ടാണ്, ഒന്നുമില്ല, കറക്റ്റായിട്ട് അത് അങ്ങനെ വന്നിട്ട് പ്രകൃതിയുമായിട്ടുള്ള ഒരു താളം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ നമുക്ക് അനുകൂലമായിരിക്കും. നമ്മുടെ യാത്ര വളരെ എളുപ്പമാവും. ഭഗവാൻ തുടർന്ന് പറയുന്നു, അപരേയമിതത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യയേദം ധാര്യത്തെ ജഗത്. അപരേയം ഇതഃ തു അന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം ഹേ മഹാബാഹോ യേദം ധാര്യതേ ജഗത്. യയാ ഇതം ധാര്യതേ ജഗത്. അല്ലയോ അർജുന മഹാബാഹോ, ഇയം അപര ഇതഃ തു അന്യാം. ഭഗവാൻ പറയുന്നു ഇയം, ഇയം എന്ന് പറഞ്ഞാൽ ഇത്. ഏതാണ് ഈ? ഇപ്പം ഭഗവാൻ പറഞ്ഞുവല്ലോ അഷ്ടമൂർത്തി. ഭഗവാനെ അതുകൊണ്ട് അഷ്ടമൂർത്തിധരൻ എന്ന് പറയും. ഈ എട്ടിനെ ധരിച്ചവൻ എന്നാണ്. ഈ അപര, ഇനി എന്താണ് അപര എന്ന് പറയുന്ന? ഇത് അപരാപ്രകൃതിയാണ്. ഇതെന്റെ അപരാപ്രകൃതിയാണ്, സ്ഥൂലമായിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഭൂമിയും ആകാശവും വായുവും ജലവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും. ഇതഹാത്തു അന്യാം, ഇതഹാത്തു അന്യാം, ഇതിൽ നിന്ന് അന്യമായി വേറിട്ട ഒരു പ്രകൃതി. ജീവഭൂതാം, ജീവഭൂതാം എന്ന് പറഞ്ഞാൽ ജീവസ്വരൂപമായിട്ടുള്ള യയാ ഇതം ജഗത് ധാര്യതേ. യയാ, യാതൊന്നാണോ ഇതം ജഗത് ധാര്യതേ, ഈ ജഗത്തിനെ ധരിച്ചിരിക്കുന്നത്. ഈ പ്രകൃതിക്ക് സൂക്ഷ്മരൂപത്തിൽ മറ്റൊരു പ്രകൃതിയുണ്ട്. ഉപനിഷത്തില് ജഗത്യാം ജഗത് എന്നാണ് പ്രയോഗം. ജഗത്തിന്റെ ജഗത്ത് എന്ന്. അപ്പൊ രണ്ട് ജഗത്താണ്, ഒന്ന് സൂക്ഷ്മം, ഒന്ന് സ്ഥൂലം. അതിനെ ഇതം സർവം ഈശാവാസ്യം എന്ന് പറയുന്നുണ്ട്. ജഗത്യാം യത് കിഞ്ച ജഗദസ്തി ഇതം സർവം. അങ്ങനെ ഈശാവാസ്യത്തിലെ ഒന്നാമത്തെ മന്ത്രം. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹ മാകൃത കസ്യ സ്വിദ്ധനം. അപ്പം ഇതം ജഗത് ധാര്യതേ, യാതൊന്നാണോ ഈ ജഗത്ത് ധരിക്കപ്പെടുന്നത്, താം അതിനെ മേ പരാം പ്രകൃതി വിദ്ധി. അപ്പൊ എന്റെ പരാപ്രകൃതിയായി അതിനെ അറിയണം. ഭഗവാൻ സൂക്ഷ്മമായ ഒന്നിനെ കാണിച്ചു തന്നിട്ട് ഈ സൂക്ഷ്മത്തിനപ്പുറം, ഈ സ്ഥൂലത്തിനപ്പുറം ഒരു സൂക്ഷ്മമുണ്ട് എന്നും കൂടെ പറഞ്ഞു തരുന്നു. അപ്പൊ ഭഗവാന്റെ രണ്ട് ഭാവങ്ങൾ, ഒന്ന് സ്ഥൂലം, ഒന്ന് സൂക്ഷ്മം. അപ്പൊ എങ്ങനെ അറിയണം? അതാണ്, ഒന്ന് തിരമാല സമാനമാണെങ്കിൽ ഒന്ന് സമുദ്ര സമാനം. ഇനി ഒന്ന് സമുദ്ര സമാനമാണെങ്കിൽ ഒന്ന് ജലസമാനം, അല്ലെങ്കിൽ ഹൈഡ്രജൻ സമാനം, ഓക്സിജൻ സമാനം എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ സമുദ്രത്തെ കാണുന്ന സമയത്ത് നാം ഹൈഡ്രജനെയും ഓക്സിജനെയും കാണുന്നില്ല എന്ന് പറയാം. ഉണ്ടോ? കാണുന്നില്ല.
കാരണം ജലത്തിന് അങ്ങനെ ഒരു രൂപമുണ്ട്. ഇപ്പൊ ജലം പറയുകയാണ് ഇത് ഞാനല്ല. ഇതുപോലെ തന്നെയാണ് ഈ പഞ്ചമഹാഭൂതങ്ങളെല്ലാം തന്നെ. അഗ്നിക്കൊരു സൂക്ഷ്മ ഭാവമുണ്ട്, ഭൂമിക്കൊരു സൂക്ഷ്മഭാവമുണ്ട്, ആകാശത്തിനൊരു സൂക്ഷ്മഭാവമുണ്ട്, വായുവിനൊരു സൂക്ഷ്മഭാവമുണ്ട്. ഈ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് എങ്ങനെയാണിത് ആവിർഭവിച്ചത് എന്നതിനെ വേദാന്തത്തിൽ പഞ്ചീകരണം എന്ന് പറയും. എങ്ങനെ ഇത് പഞ്ചീകരിക്കപ്പെട്ടു? വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം, ഇതിലൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ ഇതിനെ വിസ്തരിക്കുന്നുണ്ട്. ഓരോരോ പ്രകാരത്തിൽ ഇത് പ്രകടമായതും അത് വീണ്ടും മറ്റു പലതുമായിട്ട് ചേർന്നതും ഒക്കെ അത് സ്ഥൂലമായിട്ടുള്ളൊരു ഭാവമാണ്. ഭഗവാൻ പറയുന്നു പരാം പ്രകൃതിം വിദ്ധി, ഇതെന്റെ പരാപ്രകൃതിയായി അറിയൂ, ഒന്ന് അപരാപ്രകൃതിയായിട്ട് അറിയൂ. തുടർന്ന് എങ്ങനെയാണ് ഇതിനെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്യാദി കാര്യങ്ങൾ പറയും. നോക്കാം. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രലയസ്തഥാ. ഏതദ്യോനീനി ഭൂതാനി സർവാണി ഇതി ഉപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ തഥാ. സർവാണി ഭൂതാനി ഏതത് യോനീനി. സർവാണി ഭൂതാനി, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഭൂതാനി എന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ടുണ്ടോ, ഭൂസത്തായാം. ഭൂതാനി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ളത്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ആറ്റത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിലേക്കൊന്നും നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, നേത്രങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറയാം. അതിന് സൂക്ഷ്മദർശിനികളുടെ ആവശ്യമുണ്ട്. അങ്ങനെ എന്തൊക്കെ സർവാണി ഭൂതാനി എല്ലാം തന്നെ ഏതത് യോനീനി, ഈ യോനിയിൽ നിന്ന് പ്രകടമായതാണ്. ഏതാണ് ഏതത് യോനീനി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രകാരത്തിലുള്ളതാണ്, രണ്ട് യോനികളാണ്. ഒന്ന് സൂക്ഷ്മം, ഒന്ന് സ്ഥൂലം. ഒന്നുകിൽ അത് സൂക്ഷ്മമാണ് അല്ലെങ്കിൽ സ്ഥൂലമാണ്. സൂക്ഷ്മമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും എന്താ പറയാ, നേത്രങ്ങൾക്ക് വിധേയമല്ല. നിങ്ങളുടെ ചിത്രം ഇന്നത്തെ പുതിയ ഒരു ഇതില് നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളതിനെ എന്താ പറയാ വലുതാക്കുക. അതിലിപ്പോ എത്ര ശതമാനം ഉണ്ടല്ലോ, ഒരു ചെറിയ ഫോട്ടോ എടുത്തിട്ട് അതിനെ ഒരു 50%, ഒരു 100%, 150%, 200%, അങ്ങനെ അതിനെങ്ങനെ കൂട്ടി 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 കുറെ കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാകില്ല. അതിങ്ങനെ വലുതായി 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 വരുന്നതിനനുസരിച്ച് അതിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ട് വലിയതാവാൻ ശ്രമം, അത് നമ്മുടെ സ്ക്രീനിന്നൊക്കെ പോവും. എന്നിട്ടോ പിന്നെ 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 ഒന്നും ഉണ്ടാകില്ല. ചെറുതാക്കാൻ ശ്രമിക്കുമ്പോഴോ ഇത് തന്നെയാണ് സംഭവിക്കുക. പിന്നെ ഒരു പൊടി കുത്താവും, പിന്നെ അത് കാണില്ല. ഒരു സൂക്ഷ്മതലം, ഒരു സ്ഥൂലതലം, ഇങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ രണ്ട് യോനികളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇത് ഉപധാരയ, ഇത് നാം അറിയേണ്ടതാണ്. ഏത് വസ്തുവിനും ഈ കാണുന്ന എല്ലാറ്റിനും എന്തുണ്ട്, ഒരു സൂക്ഷ്മഭാവമുണ്ട്, സ്ഥൂലഭാവമുണ്ട്. അപ്പൊ അനേക ഇത് കൂടിച്ചേരുന്ന ഘനീഭൂതമാകുന്ന സമയത്താണ് അത് നമുക്ക് വിഷയമാകുന്നത്. അല്ലെങ്കിലോ നമുക്ക് വേണമെങ്കിൽ ഏത് സാധനവും ഇല്ലാണ്ടാക്കാം. ഇല്ലാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അത്, ഇല്ലേ? അതാണല്ലോ ഭാഗവതത്തില് ഒലക്ക കൊണ്ടുപോയിട്ട് രാഗി 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 പൊടിച്ചിട്ട് അവസാനം കടലിലിട്ടു. അപ്പോഴോ അതെന്തായി, അത് പുല്ലായി നോക്കിയാ അത് ഇല്ലാതെയാവുന്നില്ല. അതിനൊരു സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിലേക്ക് അത് പോകുന്നു. ഇത് നാം അറിയേണ്ടതാണ്. ഭഗവാൻ അർജുനോട് പറയുന്നു ഇത് ഉപധാരയ, എല്ലാറ്റിനും ഒരു സൂക്ഷ്മതലമുണ്ട്. അഹം, ഞാൻ, കൃഷ്ണസ്യ, പൂർണ്ണമായ ജഗതഃ, ജഗത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും, പ്രഭവ, ഞാൻ ഉത്പത്തിക്ക് കാരണമാണ്. എന്നിൽ നിന്നാണിത് ആവിർഭവിച്ചത്. അതുപോലെ തഥാ പ്രളയ, ഞാൻ ഇതിന്റെ പ്രളയവും ആകുന്നു. എന്നിലാണിത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ എന്നുള്ളതിന് ഈ ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. ഗോഡ് എന്ന് പറയുന്നതിന്റെ താത്പര്യം തന്നെ അതാണത്രേ. ഗോഡ് എന്നതിലെ ജി ജനറേറ്റർ എന്നാണ്. ഓ എന്നുള്ളത് ഓർഗനൈസർ ആണ്. ഡി ഡിസ്ട്രോയർ ആണെന്ന് പറയും. അതിനെ ഉത്പാദിപ്പിച്ച് നിലനിർത്തി ഇല്ലാതെയാക്കുന്ന
ആ എന്താ പറയുക 3 ഭാവങ്ങളെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ആര് ചെയ്യുന്നുവോ, ആരിൽ ഇത് നടക്കുന്നുവോ അവനാണ് ഈശ്വരൻ എന്ന് പറയാം. ഞാൻ എന്നിലാണ് പ്രഭവ, അതുപോലെ അഹം പ്രളയ, ഞാൻ ഇതിന്റെ പ്രളയ സ്ഥാനവുമാകും. ഇത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ, യഥോവാ എവിടെ നിന്നാണോ ഇമാനി ഭൂതാനി ജായന്തേ, ഈ ഭൂതങ്ങളെല്ലാം ജായന്തേ ജനിക്കുന്നത്, ഏന ജാതാനി ജീവന്തി യാതൊന്നിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തീതി യാതൊന്നിലേക്കാണ് ഇത് വിലയിക്കുന്നത്, തത് ബ്രഹ്മേതി അതിന് ബ്രഹ്മം എന്നറിഞ്ഞാലും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. അതാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം. എന്താണ്? എവിടെ നിന്നുണ്ടായി, എവിടെ നിലനിന്ന് എവിടേക്ക് വിലയിക്കുന്നു. ഭഗവാൻ പറയുന്നു, എന്നിലാണ് ഇതെല്ലാം ആവിർഭവിച്ചത്, എന്നിലാണിത് നിലനിൽക്കുന്നതും, അതുപോലെ എന്നിലേക്കാണിത് വിലയിക്കുന്നതും. ഈ ലോകത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നാം തന്നെയാണ്. എവിടെയാണ് ഈ ലോകം ആവിർഭവിച്ചത്? ആർക്കാണ് ഈ ലോകം ഉള്ളതായി ഇരിക്കുന്നത്? ആർക്കാണ്? ആരാണ് ഈ ലോകത്തിന് നിലനിൽപ്പ് കൊടുക്കുന്നത്? ആർക്കാണ് ഈ ലോകം ഇല്ലാതായിത്തീരുന്നത്? ആർക്കാ? സൃഷ്ടിതലത്തിൽ നമ്മളിൽ ഈ ഒരു വലിയ സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കുന്നില്ലേ? ഉണ്ട്. നാം തന്നെയാണ് എന്താ പറയുക, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വനുമായിട്ട് നിലകൊള്ളുന്നത്. നമുക്കൊരു ലോകമുണ്ട്. ആ ലോകത്തെ സൃഷ്ടിക്കുന്നത് നാം തന്നെയാണ്. ആ ലോകത്തെ നിലനിർത്തുന്നതും നാം തന്നെയാണ്. ആ ലോകത്തെ ഇല്ലാതെയാക്കുന്നതും നാം തന്നെയാണ് എന്ന് പറയാം. അപ്പൊ ഭഗവാനാണ് ഈ വിശ്വത്തെ മുഴുവൻ. ആ വിരാട് വർണ്ണനയൊക്കെ ഉണ്ട്. വിരാട് ഭാവത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അർജുനനും അത്ഭുതപ്പെടുന്നുണ്ട്. ഈ വിരാട് ഭാവം കണ്ടിട്ട് അർജുനൻ ഇങ്ങനെ ഇത്രയൊക്കെ അത്ഭുതപ്പെടാൻ എന്തായിരിക്കുന്നത് എന്ന് ഒരു കുട്ടി ചോദിച്ചിരുന്നു. അങ്ങനെ അപ്പൊ അതിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഉത്തരം എന്താന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഒരു നിങ്ങൾക്കറിയാം, കുറച്ചു കാലം മുമ്പ്, കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. പത്രത്തില് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെരുപ്പിന്റെയൊക്കെ എണ്ണം കേട്ട സമയത്ത് അവര് ധരിക്കുന്ന മറ്റ് പല വസ്തുവകകളുടെയൊക്കെ എണ്ണം കേട്ട സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അറിയാം എന്തിനാ? ചില സമയത്ത് ചില വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 2 ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ഭാര്യയും ഭർത്താവും പിന്നെ കുട്ടികൾ ഉണ്ടാവും ഒരു. പക്ഷെ അവിടെ കാണുന്ന ചെരുപ്പിന്റെ എത്രയാ ചെരുപ്പ് എന്നറിയോ? ഇല്ലേ? ചിലപ്പോ നമ്മൾ വിചാരിക്കും ഇവിടെ ഒരുപാട് വിരുന്നുകാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിൽ പഴയ വള്ളി കൊട്ടിയതും എല്ലാം ഉണ്ടാവാം, എന്നാലും ഒന്നും കളയില്ല. അങ്ങനെ ഒരു 25-30 എണ്ണമൊക്കെ കാണും. അപ്പൊ തന്നെ അത്ഭുതപ്പെടുന്നു. ഒരാളുടെ 10-25 ചെരുപ്പ് കാണുമ്പോൾ അത്ഭുതപ്പെടണമെങ്കിൽ ഈ വിരാട് രൂപം കണ്ടു കഴിഞ്ഞാലോ നമ്മുടെ ഭാവനയ്ക്കപ്പുറത്താ. ഭഗവാന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ഭാവത്തെ പറഞ്ഞ് അതേ സമയത്ത് അതിനോടൊപ്പം തന്നെ ഈ അടുത്ത ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. നോക്കാം. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. മത്ത പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ഹേ ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണിഗണ ഇവ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഹേ ധനഞ്ജയ, അല്ലയോ അർജുന, മത്തഹ എന്നിൽ നിന്ന്, മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്, പരതരം എന്ന് പറഞ്ഞാൽ അന്യമായി, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ശ്രേഷ്ഠമായി, എന്നിൽ നിന്ന് അന്യമായി. പരതരം അന്യത് കിഞ്ചിത്, വേറെ എന്തെങ്കിലും. അന്യത് വേറെ, കിഞ്ചിത് എന്തെങ്കിലും ഒന്ന്, ഒരു ചെറിയ ഒരു കുത്തുപോലും കുത്താൻ പാകത്തിന് ഒന്നും ഇല്ല എന്ന്. ന അസ്തി, ഇല്ല. ഈ വിശ്വത്തിൽ എന്നിൽ നിന്ന് അന്യമായി യാതൊന്നും തന്നെ ഇല്ല. ഹേ ധനഞ്ജയ,
അല്ലയോ അർജുന, മത്തഹ, മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്, പരതരം, പരതരം എന്ന് പറഞ്ഞാൽ അന്യമായി, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ശ്രേഷ്ഠമായി, എന്നിൽ നിന്ന് അന്യമായി, പരതരം. അന്യത് കിഞ്ചിത്, വേറെ എന്തെങ്കിലും, അന്യത് വേറെ, കിഞ്ചിത് എന്തെങ്കിലും ഒന്ന്, ഒരു ചെറിയ ഒരു കുത്തുപോലും കുത്താൻ പാകത്തിന് ഒന്നും ഇല്ല എന്ന്. ന അസ്തി, ഇല്ല. ഈ വിശ്വത്തിൽ എന്നിൽ നിന്ന് അന്യമായി യാതൊന്നും തന്നെ ഇല്ല. എല്ലാം ഞാനാകുന്നു. ഇതം സർവം ഈശാവാസ്യം ആത്മാവാസ്യം എന്നൊക്കെ പറയും. വാസുദേവ സർവമിതി, ഞാനാണ് ഈ വിശ്വമായി നിറഞ്ഞു നിൽക്കുന്നത്. ഇതം സർവം മത്ത പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ഹേ ധനഞ്ജയ. എങ്ങനെയാ ഞാൻ നിൽക്കുന്നത് പറയുന്നു. സൂത്രേ, സൂത്രേ എന്ന് പറഞ്ഞാൽ ചരടിൽ, സൂത്രം. അതും മലയാളത്തിലെ സൂത്രമല്ല. മലയാളത്തിലെ സൂത്രം ഞാനൊരു സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്. സൂത്രേ, ചരടിൽ, മണിഗണ ഇവ, മണികൾ എന്ന പോലെ, മണി എന്ന് പറഞ്ഞാൽ മുത്തുകൾ എന്ന പോലെ. ഇതം സർവം പ്രോതം, എല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു കവി ഭാവനയാ, നോക്കൂ അല്ലേ. ഞാൻ ഈ വിശ്വത്തിന്റെ ചരടാണ്, എന്നിലാണ് ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത്. സൂത്രേ മണിഗണ ഇവ. അതുകൊണ്ടാണ് ഈ സൂത്രത്തിനെ ആരും സൂത്രത്തിൽ കാണാത്തത്. സൂത്രത്തെ കണ്ടുകഴിഞ്ഞാൽ ഭഗവാൻ അറിയാം അത് രസാവില്യാണ്. അതുകൊണ്ടാണ് സൂത്രം കാണാതെ നിലനിൽക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ, നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ മുല്ലപ്പൂ മാല ഈ കടയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് പല വിധത്തിൽ അവർ കിട്ടും. ഈ നൂല് കാണുന്ന വിധത്തിൽ, നൂല് കാണുന്ന വിധത്തിലുള്ളത് നമ്മൾ ഭഗവാന്റെ ഫോട്ടോനിടാൻ മേടിക്കും. നമ്മുടെ തലയിൽ വെക്കുന്നതോ നൂല് കാണാതെ അടുപ്പിച്ച് കെട്ടാൻ പറയും, ഇല്ലേ. അതിൽ നൂല് കാണാൻ പാടില്ല. നൂല് കണ്ടാൽ ആ മാലയ്ക്കൊരു സൗന്ദര്യമില്ല എന്ന് പറയാം. പക്ഷെ നൂലിലാണ് അത് നിൽക്കുന്നത്, നൂലിലാണത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ വിശ്വത്തിൽ നൂല് നോക്കിയാൽ കാണില്ല, പക്ഷെ നൂലിലാണ് അത് നിൽക്കുന്നത് എന്ന് അറിഞ്ഞാൽ നല്ല. നമ്മുടെ മുത്തുമാലകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ മുത്തുമാല നിൽക്കുന്നത് എന്തിലാ? നൂലിലാണ്. മുത്തിനെ കാണൂ? ഇല്ല. നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാനാണ് ഈ വിശ്വത്തിന്റെ നിലനിൽപ്പ്. എന്നിൽ ഞാൻ ഇതിനെല്ലാം കോർത്തിരിക്കുന്നു. ഞാൻ ഇതിന്റെ നൂലാണ്, തന്ത്രിയാണ് എന്ന് പറയാം. സൂത്രേ മണിഗണായിവ. എങ്ങനെയാണ് ഈശ്വരനെ അറിയേണ്ടത്? ഇങ്ങനെ ഈശ്വരനെ അറിഞ്ഞുള്ളൂ. പറയുന്നത് ഇങ്ങനെയൊക്കെ ഇത്ര വളരെ ഭംഗിയായി വൃത്തിയായി പറയുന്ന ഒരു ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഇതിലെ ഈശ്വരൻ, ഇവിടെ പറയുന്ന ഈശ്വരൻ, ഈശ്വരനെ ഈ ശാസ്ത്രത്തിൽ അവതരിപ്പിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത് വസുദേവ നന്ദനനായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണനെ കുറിച്ചല്ല പറയുന്നത്. വ്യാസൻ കൃഷ്ണനിലൂടെ ഗീത പറയുമ്പോഴും ഈ വിശ്വത്തിന്റെ മുഴുവൻ ആധാരമെന്ത് എന്ന് നമുക്ക് കാണിച്ചു തരിക. ഇവിടെ യാതൊരു വിധത്തിലുള്ള ഒരു ഒരു ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ നമ്മളെ കൊണ്ട് ഒതുക്കി നിർത്താൻ പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത് ഏവർക്കും അവകാശപ്പെട്ടതാണ്, ഇതറിയേണ്ടതാണ്. ഇതൊക്കെ കുട്ടികൾക്ക് വളരെ നേരത്തെ കാലത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊക്കെ എത്ര അവർ പഠിക്കുന്ന സയൻസുമായിട്ട് എത്ര സാമ്യമുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ, ഈ പ്രപഞ്ചം ഒരു പ്രഹേളികയോ എന്ന ആധുനിക ശാസ്ത്രകാരന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്. ഭൂമി അതിന്റെ സ്വയം അച്ചുതണ്ടില് അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറിന്റെ അതിന്റെ വേഗതയൊക്കെ ശാസ്ത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ ശാസ്ത്രം കറക്ക സിദ്ധാന്തത്തെക്കുറിച്ച്, അതായത് കറങ്ങുന്നതിനെ കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട്. ഏത് കറക്കത്തിനും ഊർജം വേണം. നിരന്തരം ഊർജം പ്രദാനം ചെയ്താൽ മാത്രമേ ഏത് വസ്തുവിനും കറങ്ങാൻ സാധിക്കൂ എന്ന്. എങ്കിൽ ഭൂമിക്ക് കറങ്ങാനുള്ള ഊർജം കൊടുത്തതാര്? സമയാസമയത്തിന് ഇത് കൃത്യമായി നിലനിർത്തുന്ന വല്ല മോട്ടോറും ഘടിപ്പിച്ചിട്ടുണ്ടോ?
അതിനാണ് ഇതിന്റെ ഇലക്ട്രിക് ബില്ല് ആരാ അടയ്ക്കണത്? ആരാണ് ഇതിന്റെ പിറകിൽ? ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ഋതുക്കൾ മാറുന്നത്, ചന്ദ്രന്റെയും സൂര്യന്റെയും ഭൂമിയുടെയും ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നിന്റെയും അകലങ്ങൾ. ചില സമയത്ത് നമ്മൾ പത്രത്തിൽ വായിക്കും, അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാർ അവർ പറയും, ഇതാ ഭൂമിക്ക് നേരെ ആരോ ഒരാൾ വരുന്നുണ്ട്, കൊല്ലങ്ങൾ കുറെ ആയിട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? ഷൂ മാക്കർ, നമ്മൾ ഷൂ ഒക്കെ ഇട്ട് കെട്ടി ഇറങ്ങി പുറത്ത് നോക്കാം, എന്നാ ഒരു ഷൂ മാക്കറെ കാണാം എന്ന് വിചാരിച്ചു. പലതും വരുന്നു പോകുന്നു, ഒന്നും നമ്മൾ അറിയുന്നു പോലുമില്ല. ഭൂമിയുടെ പാളികളെക്കുറിച്ചും അതോ ഇതുമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ശാസ്ത്രം എന്താ പറയുക, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സൂര്യനായിരുന്നുവെന്നും സൂര്യനിൽ നിന്ന് അടർന്നു വീണതാണെന്നും അങ്ങനെ പിന്നീട് എത്രയോ കാലം തണുത്തുറയാൻ വേണ്ടി സമയമെടുത്തുവെന്നും തണുത്തുറഞ്ഞതിന് ശേഷം ഇവിടെ ജീവൻ എന്ന മഹാപ്രതിഭാസം ആവിർഭവിച്ചുവെന്നും ആ ജീവൻ എന്ന പ്രതിഭാസത്തിൽ ഉണ്ടായിട്ടുള്ള പല മാറ്റങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഭൂമി എന്ന ഈ കൊച്ചു ഗ്രഹത്തിൽ എന്താ പറയാ, ഈ ഗാലക്സി എടുത്തു കഴിഞ്ഞാൽ ഒരു കൊച്ചു ഗ്രഹമാണ്, വളരെ ചെറുതാണ്, അഭിമാനിക്കാൻ മാത്രമൊന്നുമില്ല. വ്യാഴമൊക്കെ ഇതിന്റെ 10 മടങ്ങാണ് അല്ലേ, നിങ്ങൾക്കറിയാലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രഹത്തിൽ മാത്രം, ഇതിന് മാത്രമാണോ ജീവനുള്ളത്, ചൊവ്വയിലുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷണം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. എങ്കിൽ ഇവിടെ ഇതിനേക്കാൾ വല്ല സംസ്കാര സമ്പന്നരായ ഒരു ജനത ഭൂമിയിലെ മനുഷ്യരെ പോലെ തന്നെ വല്ല ഗ്രഹങ്ങളിലും നമുക്ക് പിടിതരാതെ എത്രയോ അനന്തമാർന്ന കിടക്കുകയാണ് ഗോളങ്ങളൊക്കെ, എത്രയോ. ഇതിലും സമ്പന്നന്മാർ കഴിയുന്നുണ്ടാവും. ആർക്ക് പറയാൻ പറ്റും ഇല്ല എന്ന്? പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ നമ്മുടെ വിചാരം നമ്മളെല്ലാം കണ്ടുപിടിച്ചു എന്നാ. നമ്മുടെ 10 സെന്റ് സ്ഥലത്തിൽ അടയ്ക്കാമരവും തേങ്ങാമരവും ഒക്കെ വെച്ചപ്പോ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന്. പണ്ട് തിരുവേനി പറഞ്ഞ പോലെ. അല്ല, അമ്മ തെറ്റിയിട്ടേ പിറകിലെ വാതിൽ, അടുക്കള വാതിൽ അങ്ങോട്ട് തുറന്നു നോക്കുമ്പോഴല്ലേ അതാ കിടക്കണ ലോകം ഇനിയൊന്നും. അതെ, അതിന് വിചാരിച്ചു അത്രയേ ഉള്ളൂ, ഇല്ലവും അമ്മാത്തേ ഉള്ളൂ, അത്രയേ ഉള്ളൂ എന്നാണ്. പിന്നെയും കിടക്കല്ലേ അങ്ങനെ കിടക്കണമെന്ന്. അപ്പൊ ഇതിന്റെ മുഴുവൻ കാരണമായി നിലകൊള്ളുന്നത് എന്ത്? ഈ കറക്കത്തിന്, തെറ്റാത്ത കറക്കത്തിനും. ഇതെന്തുകൊണ്ട് കറക്കം മതിയാക്കിയില്ല? അതുകൊണ്ട് ഒന്ന് വേഗത കൂട്ടിയില്ല, ഒന്ന് വേഗത കുറച്ചില്ല. ഇതിന്റെ വേഗത കുറഞ്ഞാൽ, ഇത് കൂടിയാൽ എല്ലാം താളം തെറ്റില്ലേ? എന്തുകൊണ്ട് താളം തെറ്റുന്നില്ല? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ട്. ഒരാൾ നിന്നിട്ട് ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കൃത്യസമയത്ത്. ഇങ്ങനെ ഒരാളായിട്ടാണ് ദൈവത്തെ പരിചയപ്പെടുത്തിയതെങ്കിൽ അത് വലിയ കുഴപ്പമാണ്. ചന്ദ്രനിലെ മനുഷ്യൻ കാലുകുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും അത് ശരിയല്ല എന്ന് വിശ്വസിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന മതപുരോഹിതന്മാരുണ്ട്. അവരൊക്കെ ഈശ്വരനെ ഈ ഒരു തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഈശ്വരൻ നാട് നന്നാക്കാൻ ഇറങ്ങിയ എന്താ പറയുക ഒരാളാണ്. കുറച്ചു കാലം മുമ്പ് മൂപ്പര് നാട് നന്നാക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വൈഭവം, ഈ പ്രപഞ്ചത്തിന്റെ തുടിപ്പായി നിൽക്കുന്ന ആ നൂല്, ചരട്, അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആ ചരടിൽ വിശ്വസിച്ചാലും അവിശ്വസിച്ചാലും നിങ്ങളുടെ വിശ്വാസത്തെയോ അവിശ്വാസത്തെയോ ആശ്രയിച്ച് നിലകൊള്ളുന്നതല്ല ഈ ചരട്. മനസ്സിലാക്കുക. നമ്മൾ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി, ഈശ്വരൻ ഇല്ല എന്ന് സ്ഥാപിക്കാൻ നമുക്ക് എത്ര വേണമെങ്കിലും സാധിക്കും. ഈശ്വരൻ ഉണ്ട് എന്ന് സ്ഥാപിക്കാനും വാദമുഖങ്ങൾ നിരത്താൻ ഒരു വിഷമവുമില്ല. അതുകൊണ്ട് യുക്തിവാദികളും യുക്തി ഇല്ലാത്തവാദികളും ഒക്കെ നിൽക്കുന്നത് ഒരേ തലത്തില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രസിദ്ധമായ ഒരു ആലോചനാമൃതമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരു വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടുള്ളൊരു എന്താ പറയാ വക്കീല്, അദ്ദേഹം ആള് ഗംഭീരനാണ്. ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അവരെ പുഷ്പം പോലെ പുറത്തിറക്കുമെന്ന് പറയുമല്ലോ. ആള് കേസ് ഇന്ന ആളാ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, ആള് പുറത്തായിരിക്കും. ആൾക്ക് ഒരു വിഷമമില്ല. അതൊക്കെ അദ്ദേഹത്തിന് അറിയാം, ഇറക്കി കൊണ്ടുവരാൻ എന്ന് പറയുക. അതിന്റെ നിയമങ്ങളെ മുഴുവൻ അവർക്കറിയാം.
ഇപ്പൊ ഒരു ആള് ഇതുപോലെ പ്രഗത്ഭനാണ്, ആള് കേസ് വാദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഒറ്റ കുഴപ്പമുള്ളൂ, മറവിയുണ്ട്. പെട്ടെന്നൊരു മറവി ഉണ്ട്. അത് സ്ഥിരമായിട്ടുള്ള മറവിയല്ല, കേസുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. 61 ഒരു വിധി ഓർക്കാൻ പറ്റും, പക്ഷെ അതേ സമയത്ത് ചില ഒരു മറവിയും കൂടെ ഉണ്ട്. അപ്പൊ ഒരു കേസ് വിചാരണ ചെയ്യുന്ന സമയത്ത് വാദി ആരാണ് പ്രതി ആരാണെന്ന് മാറിപ്പോയി. എങ്ങനെ ഉണ്ടാവും? അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ താൻ വാദിക്കേണ്ടുന്നത് അവനെ പ്രതിയാക്കിക്കൊണ്ട് ഇദ്ദേഹം വാദമുഖങ്ങൾ നിരത്താൻ തുടങ്ങി. ആള് പ്രഗത്ഭനാണ്. മജിസ്ട്രേറ്റ് പോലും അത്ഭുതപ്പെട്ടു. ഇതെന്താ ഇനി എന്താ അടുത്തത് സംഭവിക്കുക? ജഡ്ജ്മെന്റിന്റെ ആകെ കുഴന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് വക്കീലുണ്ട്, മൂപ്പർക്ക് അറിയാം കാര്യം. അതിനെ സമാപിപ്പിക്കാൻ എന്താ പറയാ, അതിന്റെ കൺക്ലൂഡ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഇദ്ദേഹം ഒരു ഫയല് കൊടുക്കുന്ന രൂപത്തിൽ കോട്ട് ഒന്നിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, സാർ ഇത് നമ്മുടെ വാദിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഉടനെ തന്നെ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റി, ഓ മൈ ലോർഡ്, ഇതൊക്കെയാണ് എന്റെ കക്ഷിക്ക് എതിരായി പ്രതിഭാഗം വക്കീലിൽ ഉന്നയിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പിന്നെ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യല. അതുകൊണ്ട് പ്രിയ ഭക്ത, ഈശ്വരൻ ഉണ്ടെന്ന് പറയാൻ നീ എന്തൊക്കെയാണോ മെനഞ്ഞെടുക്കുന്നത്, ഈ ഭൂമി കൃത്യമായിട്ട് കറങ്ങുന്നുവെന്നും ഇവിടെ വൃക്ഷം മാങ്ങയുടെ വിത്ത് നട്ടുകഴിഞ്ഞാൽ അത് തെങ്ങാവുന്നില്ലല്ലോ എന്നുള്ള നിന്റെ ഓരോ വാദമുഖങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഈശ്വരൻ ഇല്ല എന്ന് സ്ഥാപിക്കാനും വളരെ എളുപ്പം സാധ്യമാണ്. കാരണം ഇതൊക്കെ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഒക്കെ ഡിസോർഡർ ആവുമെന്ന് പറയാം. അങ്ങനെയല്ല ഈശ്വരാന്വേഷണം നടത്തേണ്ടത്. ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വെറി പിടിച്ച് നടക്കുന്ന കുറെ ആളുകൾ, ഇല്ല എന്ന് സ്ഥാപിക്കാൻ വെറി പിടിച്ച് നടക്കുന്ന കുറെ ആളുകൾ, ഇതിന്റെ ഇടയിലാണ് നമ്മൾ. ഗീതയുടെ താല്പര്യം അതൊന്നുമല്ല. ഗീതയ്ക്ക് അതിൽ നിന്ന് ഭിന്നമായി ഒരു നിലനിൽപ്പ് ഭഗവാൻ അതിനെ അവതരിപ്പിക്കുന്നു, ആരാണ് ഞാനെന്ന്. ഇവിടെ നിങ്ങളുടെ പുഷ്പാഞ്ജലിയും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. അതൊക്കെ വേറൊരു തലം. നിങ്ങളിതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അവിയൽ പരുവത്തിൽ മനസ്സിലാക്കിയ വലിയ ബുദ്ധിമുട്ടാവും. ഞാൻ ഈ നൂലായി നിലകൊള്ളുന്നു എന്ന് പറയുമ്പം നമ്മളെയൊക്കെ കോർത്തിരിക്കുകയാണ്. അതിൽ നമ്മൾ കോർക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് മറ്റ് മതങ്ങളിലൊക്കെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്നും കൂടുതൽ നിങ്ങൾ ഗവേഷണമൊന്നും നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ വേണ്ടത്ര വ്യക്തത എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ നമ്മളൊരു മതത്തെയും മോശമായിട്ട് പറയുകയൊന്നുമല്ല. സ്വാമി കുറെ ശ്രമം നടത്തിയിട്ടുണ്ട്, പഠിക്കാൻ. പക്ഷെ ഈ ഒരു ക്ലാരിറ്റി, ഈ ഒരു വ്യക്തത മറ്റൊക്കെ നമ്മൾ എവിടെയോ കൊണ്ടുപോകുന്നു. അതേ സമയത്ത് പല മതം അനുശാസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മതം നമുക്ക് തന്നിട്ടുള്ളവർ, അവർ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുമുണ്ട്, അവർ ഈ സത്യത്തെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ പിന്നീട് പറഞ്ഞവരാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും. അപ്പൊ നമുക്ക് വലിയ വിഷമം തോന്നും. മതങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചു, ഇവരെല്ലാം കൂടെ ഭൂമി പങ്കിട്ടു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഈ ശാസ്ത്രത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആവശ്യമില്ലാതെ ഈ സത്യം അറിഞ്ഞ് സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിലനിൽക്കാൻ പോകുന്ന ഒരു തന്റെ ഇടം, ഒരു ധൈര്യം. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ താത്പര്യവും. അല്ലാതെ പലരും പറയും ഹിന്ദുമതത്തിന് ഒരു നേതാവില്ല എന്ന്. എന്ന് ഹിന്ദുമതത്തിന് ഒരു നേതാവുണ്ടാവുന്നോ അന്ന് ഈ സനാതന ധർമ്മത്തിന്റെ നാശമാണ്, അന്ത്യമാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ദയവീത് ഇതിന് നേതാക്കന്മാരുണ്ടാക്കാൻ ശ്രമിക്കരുത്, ഒരു സംശയവും വേണ്ട. അന്ന് ഇതിന്റെ ശവക്കുഴി തോണ്ടാം. ഞാനാണ് ഇതിന്റെ നേതാവ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഇതൊരാൾക്കും സാധ്യമല്ലാത്തത്. ഇതിനെ അങ്ങനെ നിലനിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. അത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടു കത്തിക്കാം. ആരുടെ ആവശ്യം വേണ്ട. നിങ്ങളുടെ കല്യാണം നിങ്ങൾക്ക് പറ്റുന്നവരെ നിങ്ങൾ സൗകര്യത്തിൽ കൊണ്ടുപോയിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിക്കോളൂ. രജിസ്ട്രാർ ചോദിക്കൂ പുരോഹിതൻ എവിടെയെന്ന്? ഞാൻ തന്നെ പുരോഹിതൻ എന്ന് പറയണം. ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല മതം വേണ്ടത്. മതം എന്ന് പറഞ്ഞാൽ അവനാക്കി നിലനിർത്താൻ, അവനെ ഈ പ്രപഞ്ചത്തിന്റെ ആധാരത്തെ മനസ്സിലാക്കി കൊടുക്കാൻ, ഇതാണ് മതത്തിന്റെ ആവശ്യം. മറ്റതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി,
കമ്പനി എനിക്ക് പലതും ഓഫർ ചെയ്യുന്നുണ്ട്. എന്റെ DA ഒക്കെ തരും, പിന്നെ എനിക്ക് വാടക തരും, എന്റെ വീടിന്റെ വാടക അവർ നോക്കും, കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കും. അതൊക്കെ നാം പ്രവർത്തിക്കുന്ന, നമ്മൾ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നോ പണിയെടുക്കുന്നോ അവർ തരുന്നതാണ്. അത് വേറെ വിഷയം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക സ്ഥാപനമല്ല, ഇത്തരത്തിലുള്ള ഒരു വ്യാപാര സംഘടനയൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ ഇത് അതിന്റെ പൂർണ്ണ എന്താ പറയുക അതിന്റെ ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഉപനിഷത്തുകൾക്കൊക്കെ ആ ഒരു എന്താ പറയാ എന്താ പറയാ അഗ്നി സമാനമായ വാക്കുകളുണ്ട് ഇതിൽ. ഇത് പത്രത്തിൽ അച്ചടിച്ച് വരാത്ത എന്തുകൊണ്ടാ? പത്രം പോലും കത്തിപ്പോവും. അതെ. അപ്പം എന്നിൽ നിന്ന് അന്യമായി കിഞ്ചിതസ്തി ധനഞ്ജയ എന്ന് പറയുമ്പം ഓർത്തുകൊള്ള ഈ വിശ്വം മുഴുവൻ, അല്ലാണ്ട് ഹിന്ദുക്കളുടെ ഒരു നൂല് എന്ന്, ക്രിസ്ത്യാനികൾക്ക് വേറൊരു നൂല്, മുഹമ്മദീയർക്ക് വേറൊരു ഭഗവാൻ, അങ്ങനെയുള്ള ചിന്ത തന്നെ അസ്ഥാനത്താണ്. വെഡ്ഡിത്തരമാണത്. എന്നാ സ്വാമി കിതാബ് ഒന്നുപോലെ, എന്തിനാന്ന് കിതാബ് ഒരുപാട് ഉണ്ടായിക്കോട്ടെ, കിതാബ് ഒരുപാട് എത്ര വേണമെങ്കിൽ ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ. അതിനൊന്നും ഇപ്പൊ നിങ്ങളെല്ലാം ഒന്നാക്കാനും രണ്ടാക്കാനും ഒന്നും ശ്രമം നടത്താൻ. ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ലോകം ശാസ്ത്രം വികസിച്ച് അങ്ങേയറ്റത്തെ സംസ്കാരം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവർക്കും ഇത് തന്നെ പറയണം, പറഞ്ഞേ മതിയാവൂ. എത്രയോ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര വളരെ മുന്നോട്ട് പോയിട്ടുള്ള അങ്ങേയറ്റം ചിന്താശേഷിയുള്ള ശാസ്ത്രകാരന്മാര് ഈശ്വരനെ കാണുന്നത് അങ്ങനെയാണ്. ഈശ്വരൻ എന്നത് അവരെ സംബന്ധിച്ച് ഇതൊക്കെയാണ്. ആ കോർക്കപ്പെട്ടിരിക്കുന്ന ചരട്, എല്ലാറ്റിലും ഒരു ചരടായി നിൽക്കുന്ന, പിന്നെ ആ ചരടിനെയാണ് നമ്മളൊരു രൂപത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ പൂജിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങേയറ്റത്തെ ഒരു എന്താ ഭക്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു നല്ലൊരു സ്നേഹം, പിന്നെ ഒരു ബഹുമാനം, ഇതൊക്കെ ജനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികന്മാര് ഇതിനിങ്ങനെ ഒരു രൂപമൊക്കെ കൊടുത്തത്. അല്ലാതെ അതിൽ നിന്നിങ്ങനെ നിരന്തരം ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം എന്ന് കരുതിയിട്ടല്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ആ കാര്യങ്ങളാകെ കീഴ്മേൽ മറിഞ്ഞിരിക്കുക എന്ന് പറയാം. അപ്പൊ എന്നിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് ഇതിനപ്പുറത്ത് നിലനിൽക്കുന്നു എന്ന് പറയാൻ അർജുന ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തെ ഒരു ചരട് പോലെ എന്നിൽ എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് ഇതിന്റെ ചരട്. ഞാനാകുന്ന ഈ ചരട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിശ്വം ഇല്ല. ഇനി ഈ ചരട് എങ്ങനെ നിൽക്കുന്നു അത് പറഞ്ഞു തരാം. നല്ല രസമായിട്ട് പറഞ്ഞു തരണം. രസോഹമസ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോഃ പ്രണവഃ സർവവേദേഷു ശബ്ദഃ പൗരുഷം നൃഷു. രസഃ അഹം അപ്സു ഹേ കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോഃ പ്രണവഃ സർവവേദേഷു ശബ്ദഃ ഖേ പൗരുഷം നൃഷു. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര അർജുന, അപ്സു, അപ്പ് എന്ന് പറഞ്ഞ ജലം, ആപ്നോതി നിറഞ്ഞു നിൽക്കുന്നത്, എല്ലായിടത്തേക്കും പോകുന്നത് എന്നതുകൊണ്ട് അതിന് അപ്പ് എന്ന് പേര്. ജലത്തിലെ രസഃ അഹം, ജലത്തിന്റെ രസം ഞാനാണ്. എന്താ സ്വാമി, ആ ക്ലോറിനാണോ? അല്ല, നമ്മുടെ മുനിസിപ്പൽ ജലത്തിന് അങ്ങനെയൊരു രസമുണ്ട് അല്ലേ? ജലത്തിന്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ അറിയൂ? ജലത്തിന്റെ രസം എന്താണെന്ന്? ജലത്തിന്റെ രസം മധുരമാണ് എന്ന് പറയാം. അതെയോ? അതെ. അതെങ്ങനെയാ അറിയുക? ഒരു നെല്ലിക്ക കഴിക്കാം, എന്നിട്ട് വെള്ളം കുടിക്കാം. ജലം മധുരമാണ്. മധുരമാണ് ജലം എന്ന് എങ്ങനെ അറിയുക എന്നാണെങ്കിൽ ആ ജലം ആവശ്യമുള്ള സമയത്ത് കുടിക്കണം.